നമ്മുടെ തന്നെ സഹോദരങ്ങളായിരിക്കുന്ന യാക്കോബായ വിഭാഗത്തിൽപ്പെടുന്ന കുര്യൻ കണിയാമ്പറമ്പിൽ കോറപ്പിസ്കോപ്പാച്ചൻ്റെ ഒരു പ്രധാന എഴുത്ത് ആയിരുന്നു. അദ്ദേഹം എല്ലാ എഴുത്തുകൾ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ ഉണരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്: ദൈവത്തിന് ആവശ്യമുള്ള കഴുത. ആ വിഷയമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരം. കാഞ്ഞിരമറ്റത്ത് നടക്കുമ്പോൾ അന്ന് ഞാനിവിടെ പ്രസംഗിച്ചതാണ്, അവസാനമായി പ്രസംഗിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം പ്രസംഗിച്ചിട്ടില്ല. പുതുപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ധ്യാനത്തിൽ അതാണ് അവസാനമായി നിർവഹിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ചുമ്മാതെ കഴിവതൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുക, അല്ലെ പ്രസംഗമൊക്കെ കേൾക്കുക ചെയ്യാറുണ്ട്, ഫോൺ കോളുകൾ ഇല്ലാത്ത സമയത്ത്. ഇപ്പം ഞാൻ ഈ നൊയമ്പിലെ ഒരു പാട്ടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, അതാ കേട്ടോണ്ടാ വന്നു. ഈ കർത്തൃകർത്താവേ എന്നുള്ള പാട്ടിനകത്ത് ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാ: എൻ്റെ ഇഷ്ടം, ബാക്കിയറിയാമോ? നിന്റേതാവാൻ ആശിക്കുന്നു, സകലേശ്വരനാം സർവപിതാവേ വന്ദിക്കുന്നു. ഇത് കാലഘട്ടത്തിന്റെ വ്യത്യാസത്തിൽ അർത്ഥവ്യത്യാസം സംഭവിച്ച വരിയായിട്ട് എനിക്ക് തോന്നി. കാലഘട്ടത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അർത്ഥവ്യത്യാസം ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെതായ ചില വ്യാഖ്യാനങ്ങളുണ്ടാവും. ആ പാട്ട് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ: എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിക്കുന്നു. ഇത്രേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിക്കുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ എന്ന് പാടിയപ്പം പാട്ട് എഴുതിയ പിതാക്കന്മാരുടെ ഉദ്ദേശം എന്തുവായിരുന്നു? ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ഇഷ്ടമായി ഞാൻ തിരഞ്ഞെടുക്കാൻ ഇടയാകണേ. ഇതായിരുന്നു പാട്ട് എഴുതിയ പിതാക്കന്മാരുടെ താല്പര്യം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. കേൾക്കുമ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ: എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ, നീ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഷ്ടം എന്താണോ അത് ഞാൻ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഇടയാകണേ എന്നുള്ള വരിയാണ് ആ വരി. അതാണ് ഒരു കാലഘട്ടത്തിലെ പിതാക്കന്മാരുടെ ചിന്ത, പ്രവർത്തന രീതിയൊക്കെ. ഈ കാലഘട്ടമായപ്പോഴോ നമ്മൾ മാറ്റി. എങ്ങനെ? എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിക്കുന്നു. എന്താ? ഞാൻ കുറച്ച് ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടുണ്ട്, അത് നീന്റെ ഇഷ്ടമാക്കി നീ അങ്ങ് മാറ്റണം. ഞാൻ എൻ്റെ കുറച്ച് ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടുണ്ട്, അത് നിന്റെ ഇഷ്ടമായിട്ട് നീ അങ്ങ് മാറ്റണം. ഇല്ലെങ്കിൽ ഇവിടെ പുതുപ്പള്ളി കൊള്ളില്ല, പകരം ഞങ്ങൾ മണർകാട്ടേക്ക് പോകും. മണർകാട്ട് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കോതമംഗലത്തേക്ക് പോകും. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കുറെ സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് അടുത്ത കൃപാസനം ഉണ്ട്, അവിടെ പോവും. അല്ലേ? എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ 2026 ജൂലൈ 3-ാം തീയതി ആശിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. അല്ലേ? പള്ളിയിൽ വരുന്ന തീർത്ഥാടകരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള, യാതൊരു സംശയമില്ല. സെമിനാരിയിൽ നിന്ന് അച്ഛൻ്റെ ആൻഡ്രൂസ് അച്ഛൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്ന സമയത്ത് 2006 പരിമല സെമിനാരിയിൽ നയിച്ചിട്ട് ഫീൽഡ് വർക്കിന് വേണ്ടി നിൽക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകമുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ആളുകളോട് സംസാരിക്കുക, ഇടപെടുക എന്നൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ വരുന്നവരോട് ചുമ്മാ പോയി കുറച്ചു നേരം സംസാരിക്കും. അന്നേരം എനിക്ക് മനസ്സിലായൊരു സത്യമായത്: എൻ്റെ ഇഷ്ടം പരിമല തിരുമേനി നിന്റേതാവാൻ ആശിക്കുന്നു. എങ്കിലല്ലേ പരിമല തിരുമേനി പറയുള്ളൂ. അല്ലേ? പരിമല തിരുമേനി എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ അടുക്കൽ പറയണമെങ്കിൽ എൻ്റെ ഇഷ്ടം പരിമല തിരുമേനി ഇഷ്ടമാണ്. അല്ലേ? ഇവിടെ നമ്മൾ പറയുന്നത് എന്തുവാ? എൻ്റെ ഇഷ്ടം ഈ പുണ്യാളച്ച നിന്റെ ഇഷ്ടമാവാൻ ആശിക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കൂല. നടക്കൂ? ഞാനിവിടെ വന്ന് മുട്ടുകുത്തിയേക്കുന്നത് എൻ്റെ മോളുടെ വിസായിക്ക് വേണ്ടിയാ, എൻ്റെ മോന്റെ വിസായിക്ക് വേണ്ടിയാ. അപ്പൊ എൻ്റെ ഇഷ്ടം നിന്റേതാവാൻ ആശിച്ച അല്ലെങ്കിൽ നടക്കുവോ? അങ്ങനെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഇത്ര ആളുകളോട് വരുന്നേ. അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ? 23-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ പുണ്യാളച്ചൻ എപ്പോഴെങ്കിലും ഒരാവശ്യം ദൈവസന്നിധിയിൽ പറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത്? എനിക്ക് തോന്നിയിട്ടില്ല. 23-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ പുണ്യാളച്ചൻ ഒരു ആവശ്യമെങ്കിലും ദൈവസന്നിധി വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 53-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ പരിമല കൊച്ചു തിരുമേനി ഒരാവശ്യം ദൈവസന്നിധി വെച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്താണോ തമ്പുരാന്റെ ഇഷ്ടം
അതെൻ്റെ ഇഷ്ടമാണ്, എനിക്ക് അതാ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ കാലഘട്ടത്തിന്റെ പ്രത്യേകത. കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 50 വർഷത്തിന് മുമ്പ് അപ്പച്ചൻ ഏത് പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നോ, അമ്മച്ചി ഏത് ചെറുക്കനെ തിരഞ്ഞെടുക്കുന്നോ, നിന്റെ ഇഷ്ടം എൻ്റേത്. അല്ല എനിക്ക് എന്താ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതൽ തന്നെ. ഇപ്പൊ അങ്ങനെയല്ല, അപ്പച്ചൻ തിരഞ്ഞെടുത്ത് അപ്പച്ചൻ കെട്ടിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് എൻ്റെതായ കുറെ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ കുറെ താല്പര്യങ്ങളുണ്ട്. അത് സാധിച്ചു തന്നാൽ അപ്പൻ അപ്പനാണ്, ദൈവം ദൈവമാണ്. അല്ലെ അപ്പൻ അപ്പനുമല്ല, ദൈവം ദൈവമല്ല. ഒരു തർക്കമില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വ്യക്തിയായിരുന്നു അച്ഛൻ പറഞ്ഞ തോമാസ് ശ്ലീഹ. തോമാസ് ശ്ലീഹ മരിച്ച ദിവസം ഇന്നല്ലെന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. തോമാസ് ശ്ലീഹ മരിച്ചത് ഡിസംബർ 21 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അതാണ്. എന്നാൽ ജൂലൈ 3 പരിശുദ്ധന്റെ തിരുശേഷി പെടേസയിലേക്ക് കൊണ്ടുപോയതാ. നമ്മുടെ കയ്യിലിരുന്ന അപ്പച്ചന്റെ സ്വത്ത്, അപ്പച്ചന്റെ ശരീരം പലരും എടുത്തോണ്ട് പോയ ദിവസമാണ്. പക്ഷെ അപ്പച്ചന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമായിട്ടാണ് ജൂലൈ 3 നമ്മൾ ദുഃഖറാനായിട്ടൊക്കെ ആചരിക്കുന്നത്. എന്തായിരുന്നു ആ പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ആ പിതാവിന് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് എനിക്ക് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ആ ഇഷ്ടങ്ങളൊന്നും ആത്യന്തികമായ ഇഷ്ടമല്ലായിരുന്നു. എന്താണ്? നിങ്ങൾ എടുത്തു നോക്കിയോളൂ. അദ്ദേഹത്തിന് അവിടെ നിൽക്കാനായിരുന്നു ഇഷ്ടം. അന്നേരമാണ് ഗുരു പോവാന്ന് പറഞ്ഞ്, എന്നാ പിന്നെ അവന്റെ കൂടെ പോയി നമുക്കും അങ്ങ് മരിക്കാം, എന്റെ ഇഷ്ടത്തിന് വലിയ വിലയൊന്നും വേണ്ട. ഭാരതത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന് നറുക്ക് വീണു. നറുക്ക് വീട്ടുമ്പം ഇപ്പൊ നമ്മളൊക്കെ വലിയ അഭിമാനത്തോടെ അതാ ഇതാന്നൊക്കെ പറയുന്നെങ്കിലും ആ കാലഘട്ടത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പം മനുഷ്യനെ പരസ്പരം കൊന്നു തിന്നുന്ന രാജ്യം എന്നൊക്കെയാ എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ള നരഭോജികളുടെ നാട്ടിലേക്ക് ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞായിട്ടാ ചരിത്രം എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് പറഞ്ഞു എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെയുള്ള പിതാവിന്റെ ഓർമ്മയിൽ നമ്മൾ നിൽക്കുകയാണ്. മറന്നു പോകാതെ ആ പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നു അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ഈ ദിവസം സഹായിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ പുണ്യാളച്ചന്റെ ജീവിതത്തിലും അത് തന്നെയായിരുന്നു. പുണ്യാളച്ചന് വേണമെങ്കിൽ എന്തെല്ലാമൊക്കെയോ ആകായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെയോ ആകായിരുന്നു ലോകപരമായി. അതൊന്നും പുണ്യാളച്ചന്റെ വിഷയമല്ല, ഒരിക്കലും പുണ്യാളച്ചന്റെ വിഷയമായിട്ടില്ല. പുണ്യാളച്ചനൊറ്റ വിഷയമുള്ളൂ, എന്നെ ഞാനാക്കി മാറ്റിയവന്റെ ഇഷ്ടം എൻ്റെതാവണം, വേറെ ഒന്നുമില്ല. എന്നെ ഞാനാക്കി മാറ്റിയവൻ ആരാണോ അവന്റെ ഇഷ്ടം നിറവേറണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ പുണ്യാളച്ചൻ തയ്യാറായിരുന്നു. ഇന്നും നമ്മളിൽ കൂടി അത് നിറവേറാൻ ഇടയാകട്ടെ. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നല്ലതാണ്. തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് അവിടെ ആഗ്രഹം സാധിച്ചാൽ പിന്നീട് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വരാത്ത ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. ഇഷ്ടകാര്യം സാധിച്ചു കിട്ടിയാൽ പിന്നീട് ആ സ്ഥലത്ത് വരാത്തവരുടെ എണ്ണമാണ് കൂടുതൽ, വരുന്നവരുടെ എണ്ണം അല്ല. അവരാരോടെങ്കിലും ഒക്കെ പറയും, കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയും. അത് കേട്ടോണ്ട് 10 പേര് വരും, പക്ഷെ സാധിച്ചവർ പിന്നെ വരില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, തിരുവചനം പഠിപ്പിക്കുന്ന 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യമായിട്ട് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് പുതുപ്പള്ളി ആയിരുന്നാലും ഏത് പള്ളി ആയിരുന്നാലും ആ ഒരാളെ തിരിച്ചു വരുള്ളൂ. ബാക്കിയവർ കിട്ടിയ വഴിക്ക് പോകത്തേ ഉള്ളൂ, ഒരു തർക്കവുമില്ല. 2, അതിനോട് ചേർന്ന് തന്നെയാണ് ആർക്കെങ്കിലും ഇവിടെ വന്ന് കിട്ടാതെ പോകുമ്പം പുണ്യാളച്ചനെ ചിത്രീയൊന്നും വിളിക്കണ്ട. പുണ്യാളച്ചന് നല്ല ഉദ്ദേശമുള്ള ആൾ തന്നെയാ, സർവശക്തനായ ദൈവത്തിന് നല്ല ഉദ്ദേശമുള്ള ആൾ തന്നെയാ. ഒന്നുമില്ലായ്മ തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നുവെങ്കിൽ he has his own decision. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവ്വതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നിശ്ചയമുള്ള ദൈവമാണ് ജീവനുള്ള എൻ്റെ ദൈവം. ആ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്കൊരു ഇത്തിരി പ്രയാസമാവുന്നുള്ളേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് നമുക്കൊരു ഇച്ചിരി പ്രയാസമാണ്. അവസാനം കുറച്ചാലം കഴിയുമ്പോഴാണ് അന്ന് ഞാൻ ആശിച്ച ആഗ്രഹം ദുഷ്ടാഗ്രഹമായിരുന്നെന്നും ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണ് നല്ലതെന്നും തിരിച്ചറിയുന്നൊരു സമയം വരാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു വാചകമുണ്ട്, അപ്പനെ മകന് തിരിച്ചറിയണമെങ്കിൽ മകൻ ഒരിക്കൽ അപ്പനാകണം, അമ്മയെ മകൾക്ക് തിരിച്ചറിയണമെങ്കിൽ മകൾ ഒരിക്കൽ അമ്മയാകണം. അതുവരെ അമ്മയുടെ വിഷമം എന്താണെന്ന് അപ്പന്റെ വിഷമം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലാവില്ല. ഇത് മനഃശാസ്ത്രജ്ഞന്മാര് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. പോട്ടെ, ഇതേപോലെ ബന്ധമുള്ള ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം കൈകളിലുള്ളവർ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ചുതമുള്ള തിരുവചനത്തിൽ നിന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 36-37 വാക്യം. അവൾ അവനോട്, അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു, ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഖിമാരുമായി എൻ്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം എന്ന് പറഞ്ഞു.
സഹോദരങ്ങളെ, ഇവിടെ കൂടുതൽ പേരും ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നി. എന്റെ ചിന്ത പറയട്ടെ, തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം രണ്ട് രൂപത്തിലാണ്. തമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ 2026 നിന്ന് ഞാൻ നോക്കുമ്പം രണ്ട് രൂപത്തിലാണ്. അതിലൊന്ന്, നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. മറ്റൊന്ന്, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാം സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, ആരുടെയെങ്കിലും സഹായം കൂടിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമല്ല, എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അതിന് ആരുടെയെങ്കിലും സഹായം കൂടെ വന്നേ പറ്റുള്ളൂ. രണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. ഒന്നാമത്തേതിന് പറയുന്ന പേര് വിശുദ്ധ കുർബാന എന്നാണ്. തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുള്ളേ ഉള്ളൂ. അത് നമ്മുടെ കൂടെ ആരുടെയെങ്കിലും ഒരു സഹായത്തെ, അതായത് വന്ദിരായ വൈദികരുടെ ബലിയർപ്പണത്തിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. അല്ല നമുക്ക് കൈകളിൽ എന്താനോ കിട്ടുന്ന സമയത്ത് കഴിക്കാനോ ഒന്നും പറ്റുന്നതല്ല വിശുദ്ധ ബലി, വിശുദ്ധ കുർബാന. എന്നാൽ രണ്ടാമത്തേത്, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇറ്റ് വിൽ ബി വിത്ത് us all the time. എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന അനുഗ്രഹമാണ്. അതിന്റെ പേരാണ് തിരുവചനം. പരിശുദ്ധ മദ്ബഹായിൽ 2 ത്രോണോസ് ഉണ്ട്. അതിലൊന്ന് അവതരിച്ച വചനത്തിന്റെ ത്രോണോസായ ബലിപീഠം, 2 വചനമായ ദൈവത്തിന്റെ ബലിപീഠം. ആ ബലിപീഠമാകാൻ, എവൻഗേലിയോൻ മേശയാകാൻ പച്ചയും ചുവപ്പും തുണിയിട്ട ഒരു മേശയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ നീളത്തിലുള്ള ഒരു എവൻഗേലിയോൻ മേശയാകാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കും. അലങ്കര സഭയുടെ മക്കളോട് പ്രത്യേകിച്ച് പറയുക, കയ്യിലിരിക്കണം ഒരു തിരുവചനം കഴിവിന്റെ പരമാവധി സമയത്ത്. അറിഞ്ഞു അറിയാതെയും ഞാൻ ഉൾപ്പെടെയുള്ള വൈദികരും അവൈദികരുമായിട്ടുള്ള നമുക്കൊക്കെ ട്രാക്ക് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയത്തേയില്ല. ആരെങ്കിലും തെറ്റത്തില്ല, വിശുദ്ധരാണെന്നൊക്കെ പറയുകയാണെങ്കിൽ മാനുഷികമാണ്, തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ആ ട്രാക്ക് ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ തിരുവചനം കൈകളിൽ എന്തട്ടെ. എവൻഗേലിയോൻ മേശ എന്ന് പറയുന്നത് പരിശുദ്ധ ത്രോണോസിൽ മാത്രമല്ല, നമ്മളൊക്കെ എവൻഗേലിയോൻ മേശയാകട്ടെ. പരിശുദ്ധ ത്രോണോസ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മളായി മാറുന്നെങ്കിൽ എവൻഗേലിയോൻ മേശ അതുപോലെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇവിടെ പറഞ്ഞ വാചകത്തിലേക്ക്, അവൾ അവനോട്, അപ്പാ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യാം. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു, ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമൊത്ത് എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് 2 മാസത്തെ അവധി തരണം എന്ന് അവൾ അവളുടെ അപ്പനോട് പറഞ്ഞു. ഈ അവൾ ആരാ, അവളുടെ അപ്പൻ ആരാ എന്നൊക്കെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും എന്നാണ് എന്റെ വിചാരം. എങ്കിലും 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അച്ഛാ മൈക്ക് ഒരെണ്ണം അങ്ങോട്ട് എത്തിക്കും. മൈക്ക് ഇപ്പൊ തരും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഗിലെയാദ്യനായ, അത്ര മതി. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. എന്റെ സഹോദരങ്ങളെ, ഇത് ആരംഭത്തിലെ ഈ അവൻ അല്ലെ അപ്പൻ ആരാന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുക. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ചെറിയൊരു വാചകമാണ് അല്ലെ. ആ മൈക്ക് അവിടെ ചെല്ലുന്നാണ് വരെ അതിന്റെ പുറകിലിരിക്കും. നീ ആ മൈക്ക് അവിടെ ചെല്ലണം, അതുവരെ വിശ്രമം ഉണ്ടാവില്ല. അത് കഴിയട്ടെ അല്ലേ, അതായിരിക്കും നല്ല. ശ്രദ്ധിച്ചേ, ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും 11:30 അല്ലേ. അത്യാവശ്യം ഡയബറ്റിക് ഉള്ളവർക്ക് ഉറക്കം വരുന്ന സമയമായി, സ്വാഭാവികം. വേശ്യാപുത്രനായിരുന്നു. ചോദ്യം, ഈ വാക്യം നല്ല വാചകമാണോ, അതായത് ഇഫ്താഹിനെ കുറിച്ച് പറഞ്ഞ നല്ല വാചകമാണോ മോശം വാചകമാണോ? ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ, ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇത് ഇഫ്താഹിനെ കുറിച്ച് പറഞ്ഞ നല്ല വാചകമാണോ മോശം വാചകമാണോ? മോശം വാചകം അല്ലേ. അപ്പൊ നല്ല ഭംഗിയായിട്ട് മനസ്സിലായി അല്ലേ. ഇഫ്താഹിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യ ഭാഗം മതിയായിരുന്നു.
യിഫ്താഹ് പരാക്രമശാലി എന്ന് മതിയായിരുന്നു. എഴുത്തുകാരൻ അങ്ങനല്ല എഴുതിയേ. യിഫ്താഹ് പരാക്രമശാലിയൊക്കെയാ കേട്ടോ, നല്ല വ്യക്തിയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോണമല്ലെന്നേ, കോണമല്ലെന്നേ അല്ലേ? അച്ഛൻ അറിയാമോ എന്നറിയത്തില്ല, ഞങ്ങൾ പുതുപ്പള്ളിക്കാരാ അല്ലേ? ഇപ്പൊ വാഗ്ദാനക്കാർ പറയാം അവര് പുതുപ്പള്ളിക്കാരാ, പക്ഷേ അല്ലേ? മണർകാടുകാർ പറയും അവര് പുതുപ്പള്ളിക്കാരാ കേട്ടോ, സത്യ, പക്ഷേ ഓണമില്ലെന്ന് അല്ലേ? ഗിലെയാദ്യനായ യിഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രൻ. 3 കാര്യങ്ങൾ പറയട്ടെ സഹോദരങ്ങളെ. ഒന്ന്, എത്ര നന്മയുണ്ടെങ്കിലും, എത്ര നന്മ ഒരാളുണ്ടെങ്കിലും അയാളുടെ തിന്മ കണ്ടെത്താനല്ലേ നമ്മളൊക്കെ ശ്രമിക്കുന്നത്. നല്ല ഒന്നാന്തരം കറിയും വെച്ച്, നല്ല ഒന്നാന്തരം ചോറുണ്ടാക്കി, നല്ല ഒന്നാന്തരം പ്ലേറ്റ് വെച്ച്, നല്ല ഒന്നാന്തരമായി ക്ഷണിച്ച് ഫാൻ വിട്ട് തന്ന് ഡൈനിങ് ടേബിളെ കൊണ്ടുവെക്കുമ്പം ഇക്കിള് വിട്ടു. ആര്? ഭർത്താവോ ഭാര്യയോ ആരോ ആട്ടെ, രണ്ടുപേരും ആർക്ക് വേണേലും ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും പറ്റുമല്ലോ. ഇക്കിള് വിട്ടപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് തന്നു. വെള്ളം പതിവിലും ചൂടായിരുന്നു. എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? വെള്ളം കൊണ്ട് തന്നേക്കാവൊക്കെ വാ കൊള്ളിക്കുക അല്ലേ? ഈ ഉണ്ടാക്കിയ കറിയും ചോറും ഫാനും ക്ഷണവും എല്ലാം അല്ലെ? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അമ്മച്ചി കുളിപ്പിച്ച് ഇരുത്തി പൗഡറൊക്കെ ഇടിയിപ്പിച്ചു അല്ലേ? സുന്ദരിയാക്കി. അങ്ങേലത്തെ മരുമോളാന്നെ സ്ഥിരം ചവിട്ടുകയാണ്. ഇതൊന്നും ചെയ്യാതെ ഇവിടെ വല്ല പോലെ കരുതി. പക്ഷെ എന്തോ വന്നപ്പോ അവക്ക് അവിടെ വീട്ടിലൊന്ന് പോകേണ്ടി വന്നു അല്ലേ? അമ്മച്ചി പറയുന്നതായിരിക്കും ബാക്ക് മൊത്ത ദിവസം അങ്ങോട്ട് അല്ലേ? അങ്ങനെ ഓരോന്നും എടുത്തു നോക്കി. എത്ര നന്മ ചെയ്താല്, എത്ര ഭംഗിയായിട്ട് അല്ലേ? ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ച് പറയുന്നത്, ചില അച്ഛന്മാർക്ക് പാടാനുള്ള കഴിവ് കാണത്തില്ല. നല്ല അനുതാപത്തോടെ ഹൃദയം നുറുങ്ങി തന്നെ അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കും. അവസാനത്തെ ഹൂത്തോമോ അത്ര അങ്ങോട്ട് വെക്കത്തില്ല അല്ലേ? അച്ഛന്റെ കുർബാനയൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും ആ ഹൂത്തോമ അങ്ങോട്ട് നമുക്ക് ആ ഹൂത്തോമയിലാന്നല്ല ഇരിക്കുന്ന ഐറ്റം. ഇനി എനിക്ക് എല്ലാം കൂടെ പറയാനാണെങ്കിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കണ്ണ് എപ്പോഴും നെഗറ്റീവിലല്ലേ ഉടക്കത്തുള്ളൂ. ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ 2025 വെളിരാജ്യത്തെ ഒരിടത്തായിരുന്നു. അവിടെ ചെന്ന് അപ്പൊ ഈ കുടുംബമൊക്കെ വിട്ടിട്ടായി കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ പോയി താമസിക്കുന്നതുള്ള വിഷമമായിരുന്നു എനിക്ക്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഹാപ്പിയാണോ? ആണ് ഫാദർ, ഒരു കുഴപ്പമില്ല. ഞാൻ എന്നാ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം എന്താ? ഒറ്റ കാര്യമുള്ളൂ, അമ്മായിമയില്ല അച്ഛാ ഇവിടെ. വെരി സിമ്പിൾ, അമ്മായിമയില്ല അച്ഛാ ഇവിടെ. എന്താ കാര്യം? ഞാൻ ഇച്ചൂടെ ക്ലിയർ ചെയ്തപ്പോൾ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നില്ലല്ലോ അച്ഛാ. നമ്മൾ നമ്മുടെയായിട്ട് ജീവിക്കുന്നു, നമുക്ക് എന്നതിന് കുഴപ്പമാണ്? നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ജീവിക്കുന്നു. കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ആരുമില്ലല്ലോ. അയലോക്കാരന് ജപ്പാൻകാരന് നമ്മുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ചോണ്ടിരിക്കാനാണോ സമയം? ഇവിടെ അങ്ങനല്ലല്ലോ. നീ അപ്പുറത്തെ മാവല മഞ്ഞ നിറമാവുന്നതിന് മുമ്പേ താഴെ വീണു, അതാണ് അവിടുത്തെ കുറ്റം അല്ലേ? എന്തെല്ലാം കുറ്റമാ. 1. 2, സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് ഇതുപോലെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ? പുതുപ്പള്ളിയിൽ ഇന്ന് അയാൾ വലിയ പ്രസംഗമായിരുന്നു. അല്ല, കിടുക്കും പ്രസംഗമാണ്, കയ്യിലിരിപ്പ് അല്ലേ? അങ്ങനെ വല്ലവരൊക്കെ പറയുന്നുണ്ടാവുമോ? ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, തമ്പുരാൻ ചോദിച്ച ചോദ്യമാ. സാക്ഷാൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ചോദിച്ച ചോദ്യമാണ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ. നിങ്ങൾ എന്നെ എന്നതിനാ ചോദിച്ചേ? അതറിയണം. എന്താ കാര്യം എന്നറിയോ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ, ഞാൻ ആർക്കും ഒരു കുറ്റവും ചെയ്തില്ല, പക്ഷെ എല്ലാവരും എന്നെ എന്നത്തെ കാരണം എന്താന്നേ? എല്ലാവരും എന്നെ ചീത്ത വിളിക്കുന്നതിന്റെ കാരണം എന്താന്നേ? എന്തോ ഒരു കാരണമില്ലേ? ഞാൻ ആരെ ഒന്നും ചെയ്യാറില്ല, പക്ഷെ എല്ലാവരും എന്നെ അതിനകത്ത് കാരണം എന്നായിരിക്കും? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഈ കാലഘട്ടം മുഴുവൻ നമ്മളെ ചീത്ത വിളിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഒരു പള്ളിയിലിരിക്കുന്ന സമയത്ത് എന്തോ സന്ദർഭവശാൽ ഒരു അച്ചായൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തിരക്ക് കാരണം വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം പള്ളിയിലെ വലിയ അടുത്ത ആളാണ്. തന്നെ വളരെ കഷ്ടപ്പെട്ട് പള്ളിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. പള്ളിയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകിട്ട് 8 മണിയായി. ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി, അപ്പൊ ഞാൻ അവിടെ ട്രസ്റ്റി സെക്രട്ടറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു,
അയ്യോ ഇല്ല, അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കട്ടെ. ഇപ്പൊ ട്രസ്റ്റ് പറഞ്ഞ അച്ഛാ ഇപ്പൊ വിളിക്കണ്ട, പുള്ളി പള്ളിക്കാര്യത്തിലൊക്കെ ആക്റ്റീവോ, പക്ഷെ വൈകുന്നേരം 8 മണി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ വിളിച്ച വേറെ മൂഡില്ല പുള്ളിയല്ലോ, അല്ലേ? പരാക്രമശാലിയാ, പക്ഷെ അതന്നെ. വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച പ്രാർത്ഥനയുണ്ട്, ദിവ്യബോധന ഡിഗ്രി വരെ പാസ്സായി, സൺഡേ സ്കൂളിൽ അധ്യാപികയാണ്, പക്ഷേ നോയമ്പില്ലാത്ത സമയത്ത് വാ തുറന്ന് ഞാൻ വിട്ടു, അല്ലേ? ഇങ്ങനെ നമ്മളെ കുറിച്ച് ആരെങ്കിലൊക്കെ പറയുന്നുണ്ടോ ചിന്തിക്കണം. 3, സഹോദരങ്ങളെ, ഒരാള് പരാക്രമശാലിയായി തീരുന്നത് അയാളുടെ അപ്പന്റെ കഴിവല്ല, അയാളുടെ അമ്മയുടെ കഴിവല്ല, അയാളുടെ വ്യക്തിഗതമായ കഠിനാധ്വാനമാണ് ഒരാൾ പരാക്രമശാലിയായി തീരുന്നത്. ആകെ 6 ഇഞ്ച് നീളമുള്ള മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുമ്പം ജീവിതാധ്വാനം 4 മണിക്ക് ആരംഭിച്ച് യോഗ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തതിൽ മാത്രമേ ഒരു വ്യക്തി പരാക്രമശാലിയാകുകയുള്ളൂ. മൈറ്റി വാരിയർ. അയാൾ പരാക്രമശാലിയായെങ്കിൽ അയാളുടെ കഠിനാധ്വാനമാണ്. അയാൾ വേശ്യാപുത്രനായതോ അയാളുടെ കുഴപ്പമാണോ? അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മകളിലൊന്നാ അത്. അവൻ ആരെന്നുള്ള അല്ല പ്രശ്നം, അവന്റെ അപ്പൻ ആരാന്നുള്ള പ്രശ്നം, അല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ കാശുണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ചേട്ടായി, പഴയ തറവാട്ടുകാരനൊക്കെ ആയിരിക്കാം, അച്ഛൻ അവരെ കുറിച്ച് എന്തോ അറിയാം, ഇവന്റെ അപ്പനൊക്കെ പണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ, അങ്ങനെ കുഴപ്പമെന്നത്? അയാൾ കഷ്ടപ്പെട്ടല്ലേ ജീവിച്ചേ? നിന്റെ വീട്ടിൽ നിന്ന് കൈ നീട്ടല്ലേ ജീവിച്ചേ? അവൻ കഷ്ടപ്പെട്ടു, അവന് ദൈവം എന്തോ കൊടുത്തു, അതിനെന്നെ കുഴപ്പമില്ല. ഇപ്പോഴും വന്ന് നിങ്ങളുടെ മുമ്പ് വളഞ്ഞിരിക്കണോ? ഞാൻ അതിലേക്കല്ല വന്നത്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടുത്ത തലമുറയ്ക്ക്, ഞാൻ ഉൾപ്പെടുന്ന വിഭാഗത്തിന് താഴോട്ടുള്ളവർക്ക്, ഇച്ചിരി ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ 20ക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയുന്നത് 2000-ന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയും. ഇപ്പൊ അതിനൊത്തിരി ന്യൂജൻ വേർഡുകളുണ്ട്, അതൊന്നും വേണ്ട. ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ആരുടെയും ഒരു സ്വത്തും വേണ്ട, ഒരു സ്വത്തും വേണ്ട, 1 രൂപ വേണ്ട. അവർ മൈഗ്രേറ്റ് ചെയ്യാൻ തയ്യാറാണ്, അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നവരാണ്. ഇന്ന് നിങ്ങൾ ഓസ്ട്രേലിയയിൽ അഡ്രസ് എടുക്കുമെങ്കിൽ നാളെ അവർ ന്യൂസിലൻഡിലായിരിക്കാം, അവിടെ നേരെ ജർമ്മനിയിലായിരിക്കാം. അവർ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ജീവിക്കുന്നവരാ. അവർക്ക് നിങ്ങളുടെ ഒരു പൈസയും വേണ്ട. പക്ഷേ ഇബ്താഹിന് തലപൊക്കാൻ കഴിയാതിരുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, അപ്പൻ ചെയ്ത ദോഷം. അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് പ്രവചന പുസ്തകത്തിൽ, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു. ദൈവത്തെ ഓർത്ത് മക്കളുടെ പല്ല് പുളിക്കുന്ന രീതിയിലുള്ള പച്ചമുന്തിരിങ്ങയൊന്നും ഞാനും നിങ്ങൾ കഴിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ നിങ്ങളൊക്കെ കഴിക്കുന്ന എല്ലാ പച്ചമുന്തിരിങ്ങയുടെയും ഫലം അനുഭവിക്കാൻ പോകുന്നത് തലമുറയാണ്. പല കുഞ്ഞുങ്ങളും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന പല കുഞ്ഞുങ്ങളും അപ്പനെയും അമ്മയും സ്കൂളിലേക്ക് കൊണ്ടുവരാത്തതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് അവരുടെ മാർക്ക് കുറവും ഒക്കെയാണ്. മറ്റൊരു കാരണം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളുള്ള, അതായത് തിന്മപ്പെട്ട സാഹചര്യങ്ങളുള്ള മാതാപിതാക്കളാവുമ്പോഴാണ്. കൊണ്ടുവരുമ്പം ഈ അപ്പൻ ഇരുന്ന് കുടിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് രാത്രി പഠിക്കാൻ പറ്റുന്നില്ല എന്ന് മക്കൾ കണ്ണീരൊഴുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. ഗിലെയാദിനായ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപദം. ബാക്കി മൈക്കി കൂടെ വായിച്ചേ. ഞാൻ പറഞ്ഞത് മൈക്കി കൂടെ വായിക്കാൻ എനിക്ക് തോന്നി പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു ആരും. മൈക്കി കൂടെ വായിക്കും. ഇബ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ പ്രതിഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഒറ്റ ചോദ്യം, നിങ്ങൾ എല്ലാവരും പുതുപ്പള്ളിക്കാർ ബുദ്ധിയുള്ളവരാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നവർ ബുദ്ധിയുള്ളവരാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ, ഗിലെയാദിന്റെ യഥാർത്ഥ ഭാര്യയിൽ അവന് മക്കളുണ്ടായിരുന്നു, ഇബ്താഹും ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചാണ് താമസിച്ചത്. എപ്പോഴാണ് ഗിലെയാദിന്റെ സഹോദരങ്ങൾ ഗിലെയാദിനെ ആട്ടിക്കളഞ്ഞത്? മക്കളാണ്. വളരെ സിമ്പിൾ. എപ്പോഴാ? എപ്പോഴാ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ അച്ഛൻ പറഞ്ഞു പുത്രന്മാർ വളർന്ന ശേഷം അല്ലേ? കുഞ്ഞുനാളിൽ ഒരു പായിൽ കിടന്നുറങ്ങിയപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ?
ചോറുണ്ട്, ഒരുമിച്ചിരുന്ന് ചോറുണ്ടപ്പോ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയപ്പോ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ചേട്ടന്റെ പുസ്തകം അനിയൻ എടുത്തുകൊണ്ട് പോയി പഠിച്ചപ്പോ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? അനിയന്റെ ഉടുപ്പ് ചേട്ടൻ മാറിയിട്ട വല്ല കുഴപ്പമുണ്ടായിരുന്നോ? പിന്നെ എപ്പോഴാ പ്രശ്നം തുടങ്ങിയത്? ഇത്തിരി ഒന്ന് വളർന്നു, ആണായാലും പെണ്ണായാലും കൂടെ ഒരാളിനെ കിട്ടി, അവരിൽ 2 കൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പം ഞാനും എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ മക്കളും മാത്രം മതി. പിന്നെ എനിക്ക് വേറെ ആരെയും എങ്ങനെ ഞാൻ മറ്റാളെ ഒപ്പിക്കും? എൻ്റെ സഹോദരന്റെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാൻ ഒപ്പിച്ചിരിക്കും. എന്തൊരു മിടുക്കനാന്നറിയാവോ? ചേട്ടന്റെ ഒരു 2 സെന്റ് വാസ്തു വകഞ്ഞിങ്ങ് മാറ്റി കഴിയുമ്പം എന്തെന്നില്ലാത്തൊരു പുളകിതമാണ് അല്ലേ? ചേട്ടത്തിക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റി സ്വന്തമായി കഴിയുമ്പം എന്തെന്നില്ലാത്തൊരു പുളകിതമാണ്. എന്ത് പുളകിതമായത്? കുറച്ചു കാലം മുമ്പ് അവർ ജനിച്ചു എന്നുള്ളേ ഉള്ളൂ, അല്ലെ കുറച്ചു കാലം മുമ്പ് നീ ജനിച്ചു എന്നുള്ളേ ഉള്ളൂ. കുറെ കെമിക്കൽ കോമ്പോസിഷന്റെ ഫലമായിട്ട് പരമാവധി 80 വയസ്സ് വരെ ജീവിക്കാനോ അല്ല ഇച്ചിരൂടെ കാലം ജീവിക്കാനോ അവസാനം ചെവിക്ക് കേൾവി ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും, ഇത് തീരുന്നില്ലല്ലോ എന്ന് നാട്ടുകാരും ചുറ്റുമുള്ളവരും ബന്ധുമക്കളും പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു ശരീരത്തിന് എന്തിനാണ് ഈ വകഞ്ഞു വെച്ചുണ്ടാക്കി വെക്കുന്നേ? കുറച്ചു കാലം കഴിയുമ്പോൾ കേൾക്കാന്നേ, ചെവിക്കൂടെ കേൾവി ഉണ്ടല്ലേ പറ്റത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഉറപ്പാ. അവരപ്പുറത്തെ മുറി എന്ന് പറയും, തീരുന്നില്ലല്ലോ എന്ന്, എന്തോ ചെയ്യാനാ, ലീവാണ് തീരുകയും ചെയ്യുന്നു എന്ന് അല്ലേ? അതിനെന്തിനാണെന്ന് ഈ സഹോദരങ്ങൾ തമ്മിൽ ഇത്രയും വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാണെന്ന് ഈ അറിയാത്ത കാര്യങ്ങൾക്ക് സഹോദരന്റെ കുറ്റം പറഞ്ഞുണ്ടാക്കുന്നേ? ഞാൻ എപ്പോഴും ഞാൻ ഈ പള്ളിയുടെ നടക്കുന്ന പറയണേ, ഒരു വൈദികനെ കുറിച്ചൊരു മോശം കേട്ടാ അത് എന്നെ പറയണ പോലെ. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നെ കാണുന്ന ആൾ വിളിക്കുന്നത് അച്ഛാന്നാ. അപ്പൊ ഞങ്ങൾ 4 പേരും ഞാൻ ചോദിക്കാറുണ്ട്, ഇദ്ദേഹത്തെ കുറിച്ചാണോ അതോ എന്നെ കുറിച്ചോ? എന്നോടാണോ? ഇവരെ എല്ലാം ഒരുപോലെ. ഇതുപോലെ നമ്മളെ കുറിച്ചും എന്തിനാണെന്നേ ആവശ്യമില്ലാതെ പറഞ്ഞിട്ട് സഹോദരങ്ങളെ മാറ്റിവെക്കുന്നേ? എത്ര കാലമായി മാറ്റിവെക്കൽ തുടങ്ങിയിട്ട്? ഒരുമിച്ച് കളിച്ച് ചിരിഞ്ഞ് നടന്ന സമയത്ത് അടി ഉണ്ടാക്കിയിട്ട് അമ്മ അടിക്കാൻ വരുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചതല്ലേ ഉള്ളൂ? അടിയുണ്ടാക്കി, അടിക്ക് തടസ്സം വെക്കാൻ വന്ന അമ്മ വടിയും കൊണ്ട് വന്നപ്പം അടി ഉണ്ടാക്കിയവർ തമ്മിൽ കെട്ടിപ്പിടിച്ചതല്ലേ ഉള്ളൂ? ഇന്ന് ആരൊക്കെ നോക്കി ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാരണം? ഇത്തിരി ഒന്ന് വളർന്നുപോയി. ബാക്കി വായിച്ചോ. അങ്ങനെ ഇഫ്താഖ് തന്റെ സഹോദരന്മാരെ വിട്ട് തോപദേശത്ത് ചെന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇഫ്താഖിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതുവരെ ഗിലെയാദിന്റെ മകൻ എന്ന് പറഞ്ഞ് വലിയ പ്രശസ്തിയിൽ നടന്ന മനുഷ്യൻ, ഒരുപാട് സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞ് പ്രശസ്തിയിൽ നടന്ന മനുഷ്യൻ, ഒരു സുപ്രഭാതത്തിൽ അടിച്ചെടുത്ത് പുറത്ത് കളഞ്ഞിട്ട് എവിടെ ജീവിക്കണമെന്നറിയാതെ അലന്ന് നടന്ന സമയത്ത് തോബെന്ന് പറയുന്ന നല്ല ദേശത്ത് നിന്ന് താമസിച്ചപ്പം അവിടെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ടായി. ആരാണ്? നിസ്സാരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? തോബ് ദേശക്കാരെ വിളിക്കുന്ന പേരാണോ? പുതുപ്പള്ളിക്കാര്, കോട്ടയംകാര്, പത്തനംതിട്ടക്കാര്, അടൂക്കാരെന്നൊക്കെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്ഥലപ്പേരാണോ നിസ്സാരന്മാര്? അല്ല. എന്താ നിസ്സാരന്മാരുടെ പ്രത്യേകത? ഉമ്മക്ക് ചേരൂല എന്നേ അവരെ. ഉമ്മക്ക് ചേരൂല, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തൂല, നമ്മുടെ മുമ്പിലത്തെ കഥവിൽ കൂടി അകത്തോട്ട് കയറാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ്. 2 ഉദാഹരണം കാണാം. അതിൽ ഒരു ഉദാഹരണം വേണേ പറയാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ എരിഹോവിലേക്ക് പോകുകയാണ്. നല്ല സുന്ദരനും കഴിവുള്ളവനും യഹൂദനുമായ മനുഷ്യനാണ്. അയാൾക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അയാള് സ്ഥിരമായി വരുന്ന വഴിയിലായിരുന്നു ഈ എടുത്തോണ്ട് പോകുന്ന കക്ഷി വന്നിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, അങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ യഹൂദനും, നീ ആരുവാ? ശമരിയാക്കാരൻ, അങ്ങോട്ട് മാറി നിൽക്കൂ, എനിക്ക് പോകാനുള്ള വഴിയാന്ന് പറഞ്ഞേനെ. അവനൊരു നിസ്സാരനാണ് ശമരിയാക്കാരൻ. 2, അവിടെ ചെന്നപ്പോഴേ ധനവാനും ലാസറിന്റെ അവസ്ഥ കണ്ടപ്പം ധനവാൻ വല്ലാണ്ട് വിളിച്ചു പറഞ്ഞു, ആ ലാസറിന്റെ കൈ ഒന്ന് വിരലിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുക. നിങ്ങൾ എപ്പോഴും ഈ ലാസറിന്റെ കയ്യിലെ വിരലിന്റെ അറ്റത്തൂടെ വരുന്ന വെള്ളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ലാസറിന് എന്തുവായിരുന്നു അസുഖം? ലാസറിന്റെ അസുഖം ലാസറിനോട് ചോദിക്കണം അല്ലേ? എന്തായിരുന്നു? കുഷ്ഠരോഗമായിരുന്നു. അപ്പൊ ഈ കൈക്കകത്തെടുക്കുന്ന വെള്ളത്തിനകത്ത് എന്തോടെ വരുമായിരിക്കും? പഴുത്ത ചലവും ചോരയും വരും. അപ്പോഴും അതായാലും കുഴപ്പമില്ല, എന്റെ നാവിനെ ഒന്ന് അല്ലേ? നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ആരാ പുള്ളി 3 തവണ ഹൈജീനിക്ക് വരുത്തിയാലേ വെള്ളം കുടിക്കുകയുള്ളൂ.
ഇപ്പൊ ലാസറിന്റെ വിരലായാലും കുഴപ്പമില്ലല്ലേ? ആയകാല താട്ടി വെച്ചിരുന്ന മുഴുവൻ നിസ്സാരന്മാരേ ഉള്ളൂ ഇന്ന് അടക്കത്തിന് വരാൻ. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാഴ്ച, വാടകയ്ക്കെടുക്കുന്നവർ അപ്പന്റെ അമ്മയുടെ മുഖം മൂടുന്ന കാഴ്ചയാണ്. പെർമനന്റ് റെസിഡൻസ് എന്ന് പറയുന്ന നമ്പർ കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോൾ നാട്ടിൽ വരാൻ കഴിയത്തില്ല, എപ്പോഴെങ്കിലേ വരാൻ പറ്റുള്ളൂ, അന്നേരം വന്നോളാം, അപ്പച്ചനെ അങ്ങ് അടക്കിയേക്കെന്ന് പറഞ്ഞ് വികാരി അച്ഛന്മാരെ വിളിച്ചു പറയുന്ന മക്കൾ. അവിടെ നിന്ന് അച്ഛൻ ആരെങ്കിലും ചുമതല കൊടുക്കും, നിങ്ങളങ്ങ് അടക്കിക്കോ, അല്ലെ, നിങ്ങളങ്ങ് മുഖം മൂടിക്കോ. എന്തൊരു ദുഃഖകരമായ കാഴ്ചയാണ്. 35-40 ലക്ഷം രൂപ വീട് സഹിതം പണയം വെച്ച് എടുത്തു കൊടുത്ത് അങ്ങോട്ട് വിട്ട മോനാണ് വിളിച്ചു പറയുന്നത്, എനിക്ക് PR നമ്പർ കിട്ടിയില്ല, അങ്ങ് അടക്കിക്കോളാൻ. എന്തൊരു വലിയ ഭാഗ്യം എന്ന് ആലോചിക്കുക. വരുന്ന നിസ്സാരന്മാരായിട്ടുള്ളവരാ വന്ന് മുഖം മൂടിയിട്ട് പോകുന്നത്. ഒരമ്മച്ചിക്ക് 2 മക്കളാണ്. മൂത്ത മോൻ ഭയങ്കര മിടുക്കൻ എന്ന് പറഞ്ഞാൽ പോലെ 1.5 മിടുക്കൻ. അവൻ പഠിച്ച ബാലപാഠം മുതൽ എഞ്ചിനീയറിംഗ് വരെ അവനല്ലാതെ ഒരുത്തനും അവന്റെ അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന IIT പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് നല്ല ശമ്പളത്തിന് അമേരിക്കയിലേക്ക് H1 വിസ കിട്ടി. അല്ലെങ്കിൽ തൽക്കാലം അമേരിക്ക തന്നെ പോട്ടെ, നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരും എതിര് പറയുന്നത്. അമേരിക്കയിൽ ചെന്നു. അവൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ കല്യാണപ്രായമുണ്ട്. അവന്റെ ഫേമിൽ തന്നെ ജോലി ചെയ്യുന്ന അതിനേക്കാളും മിടുമിടുക്കി ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തി, കല്യാണം നടത്തി. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. വരുമ്പോൾ ബാഗ് കൊണ്ടുവരും, മരുമോള് മേടിച്ചു കൊടുത്ത ബാഗ്, അമേരിക്കൻ ബാഗ്. 4 പേരോടൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ ബാഗൊക്കെ ഉണ്ട്. രണ്ടാമത് വീട്ടിലൊരു മോനുണ്ട്, പൊട്ടൻ മണ്ടൻ, അവന്റെ ഇളവനാ, പറയാൻ പോലും കൊള്ളത്തില്ല, ഒരക്ഷരം പഠിക്കത്തില്ല. പഠിക്കാൻ വിട്ട സമയത്ത് അവൻ ആകെ അറിയാം മാവിന്റെ ഞെടുപ്പ് നോക്കി എറിഞ്ഞിടാൻ. ഇതല്ലാണ്ട് മാവേ നേരെ അവന് കയറാൻ പോലും അറിയാം. അവൻ അത്ര പണ്ടനാ, പൊട്ടൻ. ഇപ്പൊ പശുവിനെ വളർത്തി ജീവിക്കുക. 4 പേര് വരുമ്പം അമ്മച്ചി മൂത്ത മോനെ പരിചയപ്പെടുത്തി, ഇതെന്റെ മോനാ കേട്ടോ. മറ്റേതോ ഇവിടുത്തെ ഒരു കുഞ്ഞാ അവന്, അല്ലേ, എത്രേ ഉള്ളൂ. അവൻ കല്യാണം കഴിച്ചു. മണ്ടി, മഹാമണ്ടി, ഒരു സാധനം, നെഞ്ചത്തിടിച്ചാൽ വാ വിളിച്ച് കാണിക്കും. ഇതല്ല നമുക്കൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ഒരെണ്ണത്തെ. ഒരാൾ അമേരിക്കയിലും ഒരാൾ നാട്ടിലും. ചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഒരു 3-4 ചോദ്യം ഒന്ന് ചോദിക്കട്ടെ. ചോദ്യം നമ്പർ 1, അമ്മച്ചി മരിക്കാൻ പോവാ, ഇത്തിരി വെള്ളം കിട്ടണം, എവിടുന്ന് കിട്ടും? ഏത് മരുമോളിൽ നിന്ന് കിട്ടും? അത്രയൊക്കെ മനസ്സിലാവും അല്ലേ? അത്രയൊക്കെ ഈ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ കണ്ട പൊണ്ണക്കാരും കാണിക്കാൻ വേണ്ടി ഈ ബാഗ് എടുത്ത് വെച്ച് ഇങ്ങനെ കറക്കി മരുമോള് നന്നാന്ന് പറയുന്ന അമ്മച്ചിക്ക് മനസ്സിലാവും അല്ലേ, എനിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഈ മരമണ്ടിയെ കൊണ്ടേ പ്രയോജനമുള്ളൂ എന്ന്. 2, അമ്മച്ചി മരിച്ചു. അടുത്ത ചോദ്യമാണ്, മോൻ അമേരിക്കയിൽ നിന്ന് വരാൻ തീരുമാനിച്ചു. മോൻ ആദ്യം ആരെ ഫോൺ ചെയ്യും? പുതുപ്പള്ളിയിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലെ കാര്യം ഞാൻ പറയും. പുതുപ്പള്ളിയിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അമ്മച്ചി മോൻ അമേരിക്കയിൽ നിന്നുള്ള മോൻ ആദ്യം ആരെ ഫോൺ ചെയ്യും? അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞാൽ ആരെയാ? അവിടെ ഒന്നും അല്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല. ആദ്യം അവൻ കാതോലിക്ക ബാബായെ വിളിക്കും. ബാബ പറയും, എനിക്ക് ഈ മാസം ഒന്നും സമയമില്ല, അടുത്ത മാസം ആയാലും കുഴപ്പമില്ല തിരുമേനി. ഇല്ലെങ്കിൽ ഇടവ മെത്രാപ്പോലത്തെ വിളിക്കും. എന്താ കാരണം? അമ്മച്ചി ചത്ത് കിട്ടിയ ഒരു അവസരമാണ്. ഞങ്ങൾ കാശുകാരാണെന്ന് 4 പേരെ, അല്ലേ? അങ്ങനെയല്ലേ? എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലെ കാര്യം എങ്ങനെയാ. അമ്മച്ചി ചത്ത് കിട്ടിയ ഈ അവസരം ഇനി ജന്മത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ കാശുകാരനാണെന്ന് 4 പേരെ അറിയിക്കാനുള്ള വഴി. അപ്പൊ ഇതൊക്കെ രസം ഏതേലും ആട്ടെ, എനിക്കറിയാൻ പറ്റൊരു കാര്യം, ഇപ്പൊ ഈ ഒരു ചെറിയ പ്രതിസന്ധി സഭയിൽ മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പരസ്യമായിട്ട് പറയുന്നത്. ഈ മരിച്ച ആള് കയ്യിൽ എന്തോ ഒരു കാർഡ് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദൂതനെ കാണിക്കും, എന്നെ അടക്കിയത് കാതോലിക്കോ അല്ലെ മെത്രാപ്പോലിത്തയാ, എന്നെ നേരെ മേളിലോട്ടങ്ങ്, അങ്ങനെ എങ്ങാണ്ടൊരു വിശ്വാസം ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലം ആദ്യം തപ്പുന്നത്. 1 ഓഡിറ്റോറിയം, 2 തിരുമേനിമാരുടെ ഡേറ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ തിരുമേനി വിവാഹം നടത്തിയാൽ എന്തോ ആദ്യത്തെ പ്രസവം ഇരട്ട പ്രസവം ആവുന്ന ഒരു ചിന്ത എങ്ങനെയോ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല സത്യമാണോ കള്ളമാണോ ചിലരുടെ. അതുകൊണ്ട് ഈ തിരുമേനി കല്യാണം നടത്തി, ഞാനൊക്കെ ഈ കല്യാണം മറന്നു. 5-6 വർഷമായി ഒരു കല്യാണം നടത്തിയിട്ട്. ഞാൻ നോമ്പ് നോറ്റിരുന്നു. ഇപ്പൊ ഈ ജൂലൈ മാസം 19-ാം തീയതി ഒരു കല്യാണം വരുന്നുണ്ട്. ചുമ്മാ പറഞ്ഞല്ല, കല്യാണമായ നമ്മൾ
എന്നാ ഡേറ്റ് നല്ല ചോദിക്കുന്നത്, ഏത് തിരുമേനിയാണ് വരുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കും. കാരണം സംഭവമാക്കണ്ടേ, ഒരു സംഭവം ആ കാശുണ്ടെന്ന് കാണിക്കണ്ടേ. എന്നിട്ട് തിരുമേനി പോയി കഴിയുമ്പം ഞങ്ങൾ കൊടുത്തതാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞ് 2 ഡീ കൂടെ അടിക്കാമല്ലോ. തിരുമേനിക്ക് വലിയ നിർബന്ധമായിരുന്നല്ലോ ഈ കല്യാണം നടത്തിയില്ല, വലിയ ബുദ്ധിമുട്ടായിരുന്നു തിരുമേനിക്ക്. അങ്ങോട്ട് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നിട്ട് തിരുമേനി പോയ ആ സെക്കൻഡ് തിരുമേനി ചീത്ത വിളിക്കാൻ വേണ്ടിയല്ലേ. പോട്ടെ, അടുത്തത് അമ്മച്ചി കൃത്യം 12 മണിക്ക് വേവുന്ന ചോറ് മോരൊഴിച്ച് കഴിക്കുന്ന സ്വഭാവമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചത് അമ്മച്ചി കഴിക്കില്ല, കാരണം അമ്മച്ചിക്ക് ഇഷ്ടമല്ല. പണ്ടേ അമ്മച്ചി അങ്ങനെയാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, അമ്മച്ചി എത്ര ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കണമെന്ന് ആര് തീരുമാനിക്കും? അതും മനസ്സിലാവും. വെരി ഗുഡ്. ഇനി ഇവിടെ വരുന്നു, അമ്മച്ചിയെ വളരെ ഭംഗിയായിട്ട് അതിമനോഹരമായിട്ട് മൊത്തം പൂവൊക്കെ വിതറി ഫുൾ ലൈവ് ഒക്കെ വെച്ച്, ഞാൻ പറഞ്ഞ ബാവായോ തിരുമേനിമാരെയൊക്കെ വെച്ച് അടക്കം നടത്തുന്നു. അടക്കം നടത്തിയതിന് ശേഷം അച്ഛൻ പാഴ്സനേജ് വരുമ്പം അവിടെ 2 മക്കളിൽ ഒരാൾ നിപ്പുണ്ട്. ഏത് മോനായിരിക്കും? മൂത്ത മോൻ. പാൻറ് കറുപ്പ്, ദുഃഖസൂചകമായി വെള്ള ഷർട്ട്. അവനൊന്നുമില്ല, അവൻ്റെ മുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ. ഇവന് ദുഃഖസൂചകമായ കറുത്ത സാരി, കറുത്ത ബ്ലൗസ്, കറുത്ത ബോയ്, കറുത്ത കണ്ണാടി, കറുത്ത മുത്തുമാല, എല്ലാം ദുഃഖസൂചകമാണ്. എന്തോ ഒരു ദുഃഖമെന്നറിയോ, എനിക്ക് എടുക്കാൻ മേല. ചിലത്തെ ദുഃഖം കാണുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോയിട്ടുണ്ട്. എന്തൊരു ദുഃഖമെന്നറിയോ, മൊത്തം കറുപ്പിലുള്ള കളിയേ ഉള്ളന്ന്. വെള്ളം പോലും കറുത്ത വെള്ളം വല്ലതും തരാമെന്ന് ചോദിക്കും. എന്ന് കുടിക്കാൻ വേണ്ടി കറുത്ത വെള്ളം, കറുത്ത കരിങ്ങാലി ഇട്ട വെള്ളം വല്ലതും ഉണ്ട്. കാരണം ദുഃഖമാണെന്നേ മൊത്തം. വെള്ളം ഇട്ട ദുഃഖം കാണിക്കാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യണ്ടേ. ഞങ്ങൾക്ക് പരമാവധി ദുഃഖം ഉണ്ടത്, അതിന് വേണ്ടിയാ. എന്തായാലും ആട്ടെ, പോട്ടെ, ഞാൻ ഇതൊക്കെ പറയാൻ ഞാൻ രസമല്ല. എന്തായാലും അവിടെ നിപ്പുണ്ട്. വരുമ്പോൾ അച്ഛനോടൊരു ചോദ്യം. അച്ഛൻ ഫ്രീ ആയായിരുന്നു? ആയി. അച്ഛനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു, പറഞ്ഞു. അച്ഛന് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ഇങ്ങനെ കുറേ ചോദ്യം കഴിഞ്ഞിട്ട് നീ അങ്ങ് പറയടേ, നമ്മൾ പറയാൻ ഗതികേട് വരും. അവസാനം പുള്ളിയോട് പറഞ്ഞു, പറയാൻ വന്നപ്പം, അച്ഛാ അമ്മച്ചി മരിച്ചല്ലോ, മരിച്ചു. മറ്റന്നാൾ ഞങ്ങൾക്ക് അങ്ങ് പോകണം, അതുകൊണ്ട് നാളെ രാവിലെ അമ്മച്ചിയുടെ 41 അടിയന്തരം നടത്താവോ? ഞാനീ പറഞ്ഞ കള്ളാണ്, നിങ്ങളെന്നെ കല്ലെറിഞ്ഞോണം. ഞാനീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങളെന്നെ കല്ലെറിഞ്ഞോണം. മലങ്കര സഭയ്ക്ക് 3, 9, 30, 40 എന്ന 4 കുർബാനയാണ് ഒരു സാധാരണ മനുഷ്യൻ കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓർമ്മ കുർബാന നടത്തേണ്ടതെന്ന് പറയുമ്പം ഹൈന്ദവ സഹോദരനെ 41 എന്ന് പറയുന്ന ചാട്ടം എടുത്തോണ്ട് വന്ന് നമ്മുടെ പള്ളി നടത്താൻ ഒരു നാണക്കേടില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ. അറിയില്ലല്ലോന്നേ. ആധാർ കാർഡിന്റെ നമ്പർ തിരുത്തേണ്ട എവിടെയാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. മറ്റേ നമ്മൾ അറിയണ്ടല്ലോ, നമ്മൾ ചീത്ത വിളിക്കുന്ന അച്ഛന്മാർക്ക് അറിഞ്ഞാൽ മതിയല്ലോ. 40 നടത്തുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ പറയും ഞങ്ങൾ പോവല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ രാവിലെ തന്നെ 40 അമ്മച്ചി തിന്നണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ സാധനവും വെച്ച് 40 അടിയന്തരം നടത്തും. എന്ത് സാധനം? അമ്മച്ചി തിന്നണമെന്ന് ആഗ്രഹിച്ച, കിട്ടിയിട്ടില്ല അമ്മച്ചിക്ക്. കാരണം എന്നറിയോ, നോക്കാൻ ആരും അമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേ, അമ്മച്ചി തിന്നണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ മുഴുവൻ വെച്ചോണ്ട് അടിയന്തരം നടത്തും. എന്തിനാ? അതും ഒരു സംഭവമാണ്. ഞങ്ങൾ കാശുകാര് അന്ന് ദുഃഖമില്ല, മൊത്തം ചിരിയാ. നിങ്ങൾ നോക്കിക്കോളൂ, ഈ 41 അടിയന്തരം 2-ാം ദിവസം നടത്തുന്ന വീടുകളൊക്കെ നോക്കി, ഭയങ്കര ചിരിയാ. എന്തൊരു സന്തോഷം എന്നറിയോ. ആ ശല്യം അതോടെ തീർന്നില്ലെന്നേ, അതിന്റെ സന്തോഷം. ഇനി ഒരു ചോദ്യം. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മകനുണ്ട്, കൊച്ചുമകൻ, മണ്ടൻ പൊട്ടൻ. അവൻ ഈ 40 അടിയന്തരം നടത്തി കഴിയുമ്പോൾ അവൻ മനസ്സിൽ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ കൂടെ അമ്മച്ചിയാ കേട്ടോ, അച്ചാച്ചൻ നല്ലപോലെ നടത്തിയിട്ട് പൊക്കോ, എനിക്ക് 2 രൂപയുടെ മെഴുകുതിരി മേടിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ 40-ാം ദിവസം ഒരു മെഴുകുതിരി കത്തിച്ച് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യം, ചത്താൽ, മരിച്ചാൽ ആരെ കൊണ്ടാ പ്രയോജനം? കല്ലറയിൽ ഇന്നും പോച്ച പിടിക്കുന്നെങ്കിൽ ഒരു ജർമ്മനിക്കാരനും ഒരു അമേരിക്കക്കാരനും വരില്ല. നമ്മൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ കരുതിയൊരു സഹോദരങ്ങളെ, അവര് നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. എൻ്റെ 163ാമത്തെ വീടായിട്ട് ഞാൻ കുറ്റി അടിക്കാൻ പോകുന്ന വീട് അതാണ്. വേറൊന്നുമല്ല, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട്, 6 മാസമായപ്പോൾ അമ്മ മരിച്ചു. പെങ്കൊച്ച്, ഒരു ചെറുക്കൻ വളർന്നു വരികയാണ്. അപ്പന് ഹൈ ഡയബറ്റിക്കും അലർജിയും, ദേഹം മുഴുവനും പൊട്ടിയൊലിക്കുക. എങ്ങനെ കഞ്ഞി കുടിക്കുന്ന പോലെ എനിക്ക് അതിശയം തോന്നിപ്പോയി. 17 വയസ്സായ പെങ്കൊച്ചിനും ഈ ആങ്ങളയ്ക്ക് ഈ അപ്പനോട് താമസിക്കാൻ ഒരു വീടില്ല. ആകപ്പാടെ വിഷമം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പെട്ടെന്നാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഈ ചെറുക്കൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള സർവ വെയിനും ചതഞ്ഞുപോയി.
കിടക്കുകയാണ് കട്ടിലിൽ. 2ാം നിലയിൽ AC വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയില്ലാത്തൊരു വീട്. നിസ്സാരരാന്നേ, നമ്മുടെ ചുറ്റുമുള്ളവരാന്നേ, നിസ്സാരരാ. 1 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിസ്സാരരാ. ഇവരെ ഉള്ളൂ കൂടെ നടക്കാൻ. അതുകൊണ്ട് ആ ബോധമുള്ളപ്പോ അപ്പച്ചന്മാര് പറഞ്ഞു, തോളപ്പത്തിന് താഴെയുള്ള ബന്ധം മതി. തോളപ്പത്തിന് മേളോട്ട് പോകുമ്പോൾ അവർക്ക് തോളെ കൈയിടാൻ വേറെ ആളുകളുണ്ടെന്നേ. പോട്ടെ, ബാക്കി വായിച്ചേ. അങ്ങനെ നിസ്സാര പോട്ടെ, ഞാൻ കഥ പറയാം. ഇപ്പൊ തന്നെ 11:45. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് ചെന്നു. ഈ ആരാ? അമ്മോന്യര് ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധത്തിന് ചെന്നു. യുദ്ധത്തിന് ചെല്ലുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി, ഞാൻ പറയാം. അവർക്ക് മനസ്സിലായി, ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി, തങ്ങൾ യുദ്ധം ചെയ്തൊന്നും ജയിക്കാൻ പോണില്ല. യുദ്ധതന്ത്രം അറിയാവുന്ന ഒരുത്തിനെ കൊണ്ടുവരണം. അത് ആരാ നോക്കിയപ്പോ ഇബ്താഹ് എന്ന് പറയുന്ന ഒരുത്തിനെ കുറിച്ച് അവർക്ക് അറിയാം. അവര് ഇബ്താഹിനെ വിളിക്കാൻ പോയി. പെട്ടെന്ന് പറഞ്ഞു പോവാണേ. ഇബ്താഹ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് നിങ്ങളുടെ ന്യായാധിപനാണ്, നിങ്ങളുടെ അധിപതിയാണ്. അത് സമ്മതമാണെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ വരാം. എനിക്ക് ഇബ്താഹിനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയൊരു കാര്യമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, പറയേണ്ട കാര്യം തുറന്നങ്ങ് പറഞ്ഞു, ഒട്ടും ഒളിച്ചു വെച്ചില്ല. വളരെ കൃത്യമായി പറഞ്ഞു, ഐ വാണ്ട് ടു ബി ദ ലീഡർ, ഐ വാണ്ട് ടു ബി ദ ജഡ്ജ്. പറ്റുമെങ്കിൽ വന്നാൽ മതി. നമ്മൾ പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയം, അതിൽ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം. ബിസിനസ് സ്റ്റഡീസിന്റെ 2ാം വർഷത്തിൽ ബിസിനസ് സ്റ്റഡീസിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. എൻ്റെ വിഷയം ഡോക്ടറേറ്റ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആയതുകൊണ്ടും മാനശാസ്ത്രം ഇഷ്ടമായതുകൊണ്ടും 17 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടും അവരോട് ഇത്തിരൂടെ ഇറങ്ങി സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇറങ്ങി സംസാരിക്കാൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, പെൺകുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച്. ഇന്നേക്ക് 8 വർഷം കഴിയുമ്പം ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു നാടകമാണ് പെണ്ണുകാണൽ ചടങ്ങ്. ആ ഒരു നാടകം ഒരു 10-25-8-10 വർഷം കഴിയുമ്പോൾ ഒന്നും കാണത്തില്ലെന്നേ. അതൊക്കെ നേരത്തെ ഫിക്സ്ഡ് ആയിരിക്കും. അതിന് തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ശരിയുണ്ടെന്നും പറയല്ല. പക്ഷെ നാടകം കാണൂല. പക്ഷെ നാടകം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നാടകം നടക്കുകയാണെങ്കിൽ മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് പോലും ചെറുക്കനെ കാണാൻ ഇറങ്ങി വരരുത്. എന്താ കാര്യം എന്നറിയാമോ? മുഖത്ത് കുറെ പൗഡറും വാരിയിട്ട് പെങ്കൊച്ച് ഇറങ്ങി വരുമ്പം ചെറുക്കൻ വിചാരിക്കുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇത്രയും. ബാക്കി പറ. പിന്നെ വെളുത്ത സുന്ദരിയാന്ന് ആരാ പറഞ്ഞേ? വെളുത്തത് അത്രയും മതി. ഞാൻ ഇച്ചിരി ഇരുണ്ടതാ, സൗന്ദര്യം കുറവൊന്നുമില്ല. വെളുത്തത് അത് മതി. ശരി, അവന് കല്യാണം കഴിച്ചു. കല്യാണം എഴുത്തുമാറ്റത്തിന്റെ ദിവസത്തിന് മണ്ടയ്ക്ക് ഇച്ചൂടെ പൗഡർ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കല്യാണത്തിന് മണ്ടയ്ക്ക് ഇച്ചൂടെ പൗഡർ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് അതിനൊന്നും വിരോധമൊന്നുമില്ല, സന്തോഷമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം മുഖം ഒന്ന് കഴുകും. അന്നേരമാണ് അവന് മനസ്സിലാകുന്നത്, 1ാമത്തെ പറ്റിക്കൽ എപ്പോഴോ കഴിഞ്ഞു. ഇനി 2ാമത്തെ പറ്റിക്കല് 3ാമത്തെ പറ്റിക്കല് വരാൻ പോലെ. എന്തിനാണെന്ന് ഇങ്ങനെയൊക്കെ? പണ്ട് മോശ തമ്പുരാനോട് ചോദിച്ചു, നീ ആരാണ്? തമ്പുരാൻ എന്താ മറുപടി പറഞ്ഞു? മലയിൽ വെച്ച്, സീനായ് മലയിൽ വെച്ച് മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ തമ്പുരാൻ ഒറ്റ വാദത്തിൽ പറഞ്ഞു, ഞാനാകുന്നവൻ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഐ ആം വാട്ട് ഐ ആം. ഞാൻ എന്താണോ അതാണ് ഞാൻ. എന്തിനാണെന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ വ്യക്തിബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ വിവാഹത്തിന്റെയൊക്കെ സമയത്ത് ചെയ്യാൻ പോകുന്നത്? എന്തിനാ ഈ കള്ളത്തരങ്ങൾ പറയാനും കള്ളത്തരങ്ങൾ ചെയ്യാനൊക്കെ പോകുന്നത്? ഇതാണ് ഞാൻ. നിനക്ക് സൗകര്യം ഉണ്ട് സ്വീകരിച്ചാൽ മതിയെന്നേ, ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ഈ സൗകര്യത്തിൽ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടെന്നേ. അതിന് എന്തിനാ ഇത്രയും പോളിഷ്ഡ് ആക്കുന്നത്? ആവശ്യമില്ലാത്ത എക്സാജറേറ്റഡ് എംഫസിസ് ഒക്കെ കൊടുക്കുന്നത്. ദിസ് ഇസ് വാട്ട് ഐ ആം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ മാരി മീ. അത് ജസ്റ്റ് ലീവ് മീ, ഐ വിൽ ഫൈൻഡ് സം അതർ പേഴ്സൺ. വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഈ കള്ളത്തരം? അത് ഓരോ കാര്യത്തിലും 2 വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പം ഞാൻ ഇതാണെന്നേ. നിനക്ക് സൗകര്യം ഉണ്ട് എന്നോട് സുഹൃത്ത് ബന്ധം മതി, നിനക്ക് സൗകര്യം ഉണ്ട് എന്നോട് അയൽബന്ധം മതി, ഞാൻ ഇതാണ്. എന്തിനാ ഈ കള്ളത്തരം കാണിക്കാൻ പോണേ? 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സുഹൃത്ത് ബന്ധമൊക്കെ എന്തിനാ? ഇബ്താഹ് പരസ്യമായി പറഞ്ഞു സൗകര്യം ഉണ്ടേ മതി. അവസാനം അവർ സമ്മതിച്ചു. ഇബ്താഹിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇബ്താഹ് അമ്മോന്യരുടെ അടുക്കൽ എഴുത്തയച്ചു പറഞ്ഞു, യുദ്ധത്തിന് വരരുത്. അവർ സമ്മതിച്ചില്ല. അവർ യുദ്ധത്തിന് വന്നു. ഇബ്താഹ് വീണ്ടും എഴുത്തയച്ചു. അങ്ങനെ 3 പ്രാവശ്യം എഴുത്തയച്ചു കഴിഞ്ഞപ്പം, സർവശക്തനായ ദൈവം നിങ്ങളോട് പ്രതികാരം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഇബ്താഹ് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞ എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെടാതെ പോയൊരു പ്രതിജ്ഞയാണ്. എന്താണെന്ന് അറിയാമോ? ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പം എന്നെ എതിരേറ്റു വരുന്നത് ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും. വല്ലാത്ത പ്രതിജ്ഞ. ഞാൻ യുദ്ധത്തിന് ജയിച്ചു വരുമ്പം എന്നെ എതിരേറ്റു വരുന്നത് ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും.
അദ്ദേഹം വിചാരിച്ച് വീട്ടിലേക്ക് ആളെയോ പശുവോ ഒക്കെയാ വരുന്നത്. പക്ഷെ യുദ്ധം ജയിച്ചു വരുമ്പം തപ്പെടുത്തുകൊണ്ട് ഓടി വരുന്നത് തൻ്റെ ഏകജാതയായ മകളാണ്. ഇബ്താഹ് പെട്ടെന്ന് വിഷമം വന്നിട്ട് വസ്ത്രം വലിച്ചു കീറി മകളോടൊരു വാചകം പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് പറഞ്ഞു പോയി. അതാണ് 35-ാമത്തെ വാക്യം. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയില്ല. അന്നേരം അവള് പറയുന്ന മറുപടിയാണ്, 13 വയസ്സുള്ള പെൺകുട്ടി, നമ്മൾ ഇന്ന് തോമാസ് ലീഹായുടെ ദുഃഖറോനോ ആചരിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം തോമാസ് ലീഹായെ പോലെ ധൈര്യം സംഭരിച്ച ഒരു പെൺകുട്ടി, ഇൻ ദി ഏജ് ഓഫ് 13 only, അവൾ പറയുന്ന വാചകമാണ്, അപ്പ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു, എന്റെ കന്യാത്വത്തെ വിലാപം കഴിക്കേണ്ടതിന് സഖിമാരുമായി പോയി വിലാപം കഴിക്കാൻ എനിക്ക് 2 മാസത്തെ അവധി തരണമെന്ന് പറഞ്ഞു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്താഹിന്റെ മകളെ പോയി വിലാപം കഴിച്ച് തിരിച്ചു വന്ന് അവളെ യാഗം കഴിക്കുകയാണ്. ഇനി 40-ാമത്തെ വാക്യയുടെ വായിച്ചേ. ഇനി 40-ാമത്തെ വാക്യം അതുകൂടെ വായിച്ചിട്ട് നമ്മുടെ ചിന്ത ഒരു 4 വാചയോടെ പറഞ്ഞ് നിർത്തിക്കോളാം. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാമോ? ഇങ്ങനെ സാധനം വെച്ചാൽ ശബ്ദം കേൾക്കൂല. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദിനായ ഇബ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാര്യമായി തീർന്നു. ഒന്ന് ശ്രദ്ധിച്ച വാചകം. പിന്നെ ആണ്ടുതോറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ 2024 ഇവിടെ പുതുപ്പള്ളിയിൽ പുണ്യാളച്ചന്റെ പെരുന്നാള് നടത്തി, 2026 നടത്തി. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ 2126 നമ്മളൊന്നും ഇല്ലെങ്കിലും പുണ്യാളച്ചന്റെ പെരുന്നാൾ ഇവിടെ. അത് ആണ്ടുതോറും. അടുത്തത് ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ, ഇസ്രായേൽ മക്കൾ 4 ദിവസം 4 ദിവസം. സാധാരണ പള്ളിയിലെ പെരുന്നാളിന്റെ നോട്ടീസ് നിങ്ങൾ നോക്കണം. 3 ദിവസം വചന ശുശ്രൂഷയും അവസാന ദിവസം. അതെങ്ങനെ ഈ 4 ദിവസം വന്നേ? നമ്മൾ വിചാരിച്ചു നമ്മുടെ കണ്ടുപിടുത്തമാണ്. അല്ല, തിരുവചനത്തിൽ തന്നെയാ. പിന്നെ ആണ്ടുതോറും 4 ദിവസം. അടുത്ത വായിച്ചേ. ഇബ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത്. അടുത്ത വരിയാ പ്രശ്നം. പോകുന്നത് ഇസ്രായേലിൽ. അത്ര അവിടെ നിൽക്കട്ടെ. പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുന്ന സ്ഥലത്തിന് നല്ല കീർത്തിക്കുന്നത്. പിന്നെ എവിടെയാ? പുതുപ്പള്ളി പള്ളിയിലോട്ട് പോകുന്നത്, മണർകാട്ട് പള്ളിയിലേക്ക് പോകുന്നത്, ദേവലോകത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വേർ ദേ ആർ, എവിടെയാണോ അവരുടെ സാന്നിധ്യം അവിടേക്ക് പോകുന്നത്. പിന്നെന്താ ബാക്കി വായിച്ചേ? ഇസ്രായേലിൽ ഒരു ആചാരം. സഹോദരങ്ങളെ, ദൈവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവചനം കൈ കൊണ്ട് നടക്കാത്തതുകൊണ്ടും പഠിക്കാത്തതുകൊണ്ടും വായിക്കാത്തതുകൊണ്ടും ഇതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. നമുക്ക് വേറെ എന്തൊക്കെയോ ആ പ്രശ്നങ്ങൾ. നമ്മുടെ പ്രശ്നമേ അല്ല ഇത്. അത് ആരെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അതിനനുസരിച്ച് നാളെ രാവിലെ ഞങ്ങൾ ഇതൊക്കെ വേണ്ടാന്ന് പറയാം, അല്ലേ? ഏകദേശം പഠിക്കാത്തുള്ള കുഴപ്പം പോട്ടെ. ഈ പെൺകുട്ടി പറഞ്ഞ വാചകത്തിൽ ഉണ്ടായ 4 കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ? പ്രതിബദ്ധത എന്ന് മലയാളത്തിൽ പറയും. 4 കമ്മിറ്റ്മെന്റ്. 1, കമ്മിറ്റ്മെന്റ് ടു ദ ഗോഡ് ആൻഡ് ടു ദ ചർച്ച്, ദൈവത്തോടും സഭയോടുമുള്ള പ്രതിബദ്ധത. ഒന്ന് നോക്കി, അവൾ പറയുകയാണ്, അപ്പ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പ യഹോവയോട് പറയാൻ അപ്പയുടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. നമ്മൾ ഈ സ്കൂളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം, എല്ലാ വർഷവും ഫൈനൽ പരീക്ഷയുടെ തലേദിവസം ഒരു പ്രതിജ്ഞ എടുക്കും. കർത്താവേ, ഈ പരീക്ഷയ്ക്ക് ഞങ്ങളെ അങ്ങ് ജയിപ്പിച്ചു തന്നാൽ ഞങ്ങൾ അടുത്ത പരീക്ഷ പോലെ നല്ലപോലെ പഠിച്ചങ്ങ്. കർത്താവ് മറക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അല്ലേ? ഡിസംബർ 31 നമ്മളൊരു പ്രതിജ്ഞ എടുക്കാറുണ്ടല്ലോ. ഞാനൊക്കെ പലതവണ എടുത്തിട്ടുണ്ട്. ജനുവരി 1 മുതൽ കൃത്യമായി വേദപുസ്തകം വായിക്കുകയും നടന്നിട്ടുണ്ടല്ലോ, അല്ലേ? എത്രയോ അച്ചായന്മാർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ജനുവരി 1 മുതൽ നിർത്തി. ഏത് കാര്യമാണെന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിഗതമായ ജീവിതത്തിലെ പ്രതിജ്ഞ. കൗദാശികമായ ചില പ്രതിജ്ഞയുണ്ട്. കൗദാശികമായ പ്രതിജ്ഞ നമുക്ക് 1-2 എടുക്കാം. അതിലൊന്ന് മാമോദിസ കൂദാശ. മാമോദിസയ്ക്ക് അതെന്തെങ്കിലും പ്രതിജ്ഞയുണ്ടോ? എന്താ പ്രതിജ്ഞ? കുഞ്ഞിനെ കൊണ്ടുവരുന്നു, വെള്ളത്തിൽ പൊക്കുന്നു, എടുക്കുന്നു, കൊണ്ടുപോകുന്നു, ഇല്ലേ? ഉണ്ട്. മാമോദിസയ്ക്ക് അതൊരു വലിയ പ്രതിജ്ഞയുണ്ട്. എന്താണെന്നറിയാവോ? അത് സാത്താനെ ഉപേക്ഷിക്കാൻ, ദൈവത്തെ സ്വീകരിക്കല്ല. വലിയൊരു പ്രതിജ്ഞയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ കുഞ്ഞിനെ മാമോദിസ മുക്കി തല തൊടുന്നത് ആരാ? മോന്റെ മൂത്തത് മകനാണ്. മോന്റെ ആദ്യത്തെ കുഞ്ഞു മകനാണ്. ആര് തലത്തൊടും? വല്യപ്പൻ വിട്. അപ്പന്റെ അമ്മനോ, അമ്മയുടെ അപ്പനോ, അപ്പന്റെ അപ്പനോ? അപ്പന്റെ അപ്പൻ, ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് തുടക്കട്ടെ. രണ്ടാമത്തേത് മോളാണ്.
അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ? രണ്ട് ശബ്ദം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പൻ്റെ അമ്മ. എന്താ ഇത്ര സംശയം? എന്താ? പലയിടത്തും സംശയമാ, പലർക്കും സംശയമാ. ഗർഭിണിയാന്ന് അറിഞ്ഞപ്പം മിടുക്കം മോതിരവും മിടുക്കം മാലയും ഒക്കെ ഇട്ട് കൊണ്ടുപോകണം. 9 മാസം വരെ കഷ്ടപ്പെട്ട് വളർത്തണം. കൊച്ചിന് വളർന്ന് 2 മാസം ആകുന്നതിന് വരെ കൊച്ചിനെ വളർത്തണം. അത് കഴിഞ്ഞ് കൊച്ചിങ്ങാവോന്ന് കരയുമ്പോൾ എഴുന്നേറ്റ് ആ അമ്മയുടെ കണ്ണ് ഇത്രയും കറുത്താലും മാമോസ തലത്തിലുള്ള അവകാശം ആർക്കും കൊടുക്കത്തില്ല. അമ്മയുടെ അമ്മയ്ക്ക് എന്നാരും മിടുക്കാന്നറിയോ? എന്നോരം മിടുക്കാന്നറിയോ? ആ സ്ത്രീക്ക് യാതൊരു ആഗ്രഹവും ഇല്ലല്ലോ. 23 ക്രോമസോം കൊടുക്കാനേ അപ്പൻ അവകാശമുള്ളൂ. ബാക്കി 23 കൊടുത്തത് ആര് തന്നെയാ? അമ്മയാ. അതുകൊണ്ട് അമ്മയുടെ ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ, അമ്മ ഓർത്തഡോക്സുകാരി ആയിരിക്കണം എന്നുള്ളേ ഉള്ളൂ. അമ്മയുടെ അമ്മ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ചിലരൊക്കെ പറഞ്ഞാൽ ഉറക്കെ പറയുന്നു, വിട്ടേരെന്നേ, ഈ 60 വയസ്സ് കഴിഞ്ഞതിന് ഒന്നും ഇനി നന്നാക്കാൻ പറ്റില്ല, വിട്ടേരെ, ഓൾഡ് മോഡല്ല, പൊട്ടേ. നമ്മളെങ്കിലും പ്രായമാകുമ്പോൾ ഇമാതിരി മൊരട്ട സ്വഭാവം കൊണ്ട് ഇറങ്ങാതിരുന്നാൽ മതി. ഒന്ന് അപ്പൻ്റെ അപ്പൻ്റെ മാതാപിതാക്കൾ കൊടുക്കുക, മറ്റേത് അമ്മയുടെ മാതാപിതാക്കൾ കൊടുക്കുന്നേ. പോട്ടെ, എൻ്റെ പ്രശ്നം പറയട്ടെ. തല തൊടുന്ന അപ്പൻ്റെ അപ്പനും അല്ല, അമ്മയുടെ അപ്പനും അല്ല. തല തൊണ്ട അമ്മയുടെ അമ്മയല്ല, അപ്പൻ്റെ അമ്മയല്ല. തല തൊടേണ്ട ആരെന്നറിയോ? 2 കണ്ടീഷനേ ഉള്ളൂ. പുരുഷന് പുരുഷനായിരിക്കണം, ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതായിരിക്കണം. സ്ത്രീക്ക് സ്ത്രീ ആയിരിക്കണം, ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതായിരിക്കണം. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വരെ മാമൂസയ്ക്ക് വന്ന് നിൽക്കുന്ന കൊച്ചിന്റെ അപ്പനോട് ചോദിച്ചില്ല, ഇത് അപ്പൻ്റെ അപ്പനാണോ അമ്മയുടെ അപ്പനാണോ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. പേരിടുമ്പോൾ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ അപ്പൻ്റെ അപ്പൻ്റെ പേരാണോ അമ്മയുടെ പേരാണോ ഒന്നുമല്ലോ? ഇല്ല. അർത്ഥമുള്ള പേര് വരണം, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും അർത്ഥമില്ല. ഇതൊക്കെ എവിടെ ഇരിക്കുന്ന കുറെ മുറിവൈദ്യന്മാർ കുറച്ചു പേരുണ്ട്, വേറൊരു തൊഴിലായിരിക്കുന്നത്, അവർ പഠിപ്പിക്കുന്ന. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, തലതൊടാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ജാമ്യക്കാരനാണ് വിളിക്കാൻ, തലതൊടുന്ന അപ്പൻ ഞാൻ പറയാറില്ല. എന്താണ് ജാമ്യക്കാരന്റെ പ്രത്യേകത? കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പ്രതി ഹാജരായില്ലെങ്കിൽ പ്രതിക്ക് പകരം ഞാൻ ഹാജരായിക്കൊള്ളാമെന്ന് പറയുന്ന ആളിന് പറയുന്ന പേരാണ് ജാമ്യക്കാരൻ. പരിശുദ്ധ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതന്റെ മുമ്പാകെ ഈ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് പറയാണ്, ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം, സഭയുടെ സന്താനമായി ഞാൻ വളർത്തിക്കൊള്ളാം. ഈ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം പറഞ്ഞുകൊള്ളാം. അതുകൊണ്ട് ഈ പാട്ട് പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ വർഗീയ സർവീസിന് ഈ പള്ളിയിൽ ഇരുന്നാണ്ട് എനിക്ക് പേടിയുണ്ട് ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി. എങ്കിലും പാട്ട് പാടുമ്പോൾ പറയുന്നുണ്ട്, മാമോദീസായിൻ നീരിൻ ആത്മാവാൽ ജാതം ചെയ്തോരു ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം. സഭയെ വല്യപ്പച്ചാന്ന് വല്യപ്പച്ചിന്നല്ല, സഭ ഏറ്റെടുത്തോളും, സഭയിലെ വിശ്വാസികൾ ഏറ്റെടുത്തോളും. പക്ഷേ ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചേർന്നുകൊണ്ട് പറയാ, ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ താ, ഞാൻ വളർത്തിക്കൊള്ളാം, സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ വളർത്തിക്കൊള്ളാം, വിശ്വാസിയായി ഞാൻ വളർത്തിക്കൊള്ളാം, ദൈവവിശ്വാസം അനുസരിച്ച് വളർത്തിക്കൊള്ളാം. ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യരുത് കേട്ടോ. ദൈവത്തിന് മുമ്പാകെ യഹോവയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയട്ടെ. 2, കല്യാണം കഴിക്കേണ്ട ആരൊക്കെ തമ്മിലാ? ഇവിടെ കല്യാണം നടന്നിട്ടില്ലേ? കല്യാണം ആരൊക്കെ തമ്മിലാ കല്യാണം കഴിക്കേണ്ടേ? പുരുഷനും അങ്ങനെയൊക്കെ തന്നെയാ, അല്ലയോ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. എത്രാമത്തെ വയസ്സില് പുരുഷന്റെ എത്രാമത്തെ വയസ്സ് കല്യാണം കഴിക്കണം? 28, 27 പോട്ടെ. താഴോട്ട് വരുന്ന ചെറുക്കിന് ധൃതി ഉണ്ടെങ്കിൽ 25 കെട്ടിക്കുക, അല്ലേ? പിന്നെ പെണ്ണിന് 24, അല്ലേ? ദൈവത്തെ ഓർത്ത് 27, 28, 24 ഒന്നും കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കല്ലേ. ആര് തമ്മിലാ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ, വിവാഹ ജീവിതം നയിക്കാമെന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുന്നവൻ എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ചാൽ മതി. കാരണം കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഡിവോഴ്സിന് വേണ്ടിയാണെങ്കിൽ അവൻ കല്യാണം കഴിച്ച് ജീവിക്കണ്ട. വേറെ എന്തെല്ലാം ജീവിതമുണ്ട്, അല്ലേ? ഈ വിവാഹ ജീവിതം എല്ലാവരും പറയുന്ന പോലെ ഹാപ്പി മാരീഡ് ലൈഫ് ആണോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപാട് ഹസാർഡ്സ് ഉള്ള, ഒരുപാട് ഹാർഡ്ഷിപ്പ് ഉള്ള ഒരു ലൈഫിന്റെ പേരാണ് വിവാഹ ജീവിതം. അത് ഏറ്റെടുക്കാമെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി. അത് ബുദ്ധിമുട്ടായി കഴിയുമ്പം നാളെ ഞാൻ കൂടുകൊടുക്കെ എടുത്ത് പോകാനാണെങ്കിൽ എന്തിനാണ്? 2, അതിനോട് ചേർന്നതിന് ആർക്കാ കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടേ? കല്യാണം കഴിച്ചവർക്ക്, അല്ലേ? അല്ലേ? അങ്ങനെയാണോ? എന്തിനാ കല്യാണം കഴിച്ചവർക്കെല്ലാം കുഞ്ഞുങ്ങള്? ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ
ആ ജനിച്ച ദിവസം മുതൽ ഇയാൾ അപ്പനും അയാൾ അമ്മയുമായി ഭൂമിയിൽ ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷം കുഞ്ഞിന് ജന്മം കൊടുത്താൽ മതി. ബിക്കോസ് there needs a lot of suffering. നിനക്ക് തോന്നിയ പോലെ പിന്നെ ജീവിക്കാൻ പറ്റില്ല. നിന്റെ സമ്പാദ്യം ഉൾപ്പെടെ ആ കുഞ്ഞിന് വേണ്ടി കരുതി വെക്കാമെന്ന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കുഞ്ഞിന് ജന്മം കൊടുത്താൽ മതി. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. എൻ്റെ അടുക്കൽ ഞാൻ കൗൺസിലിംഗാ പഠിച്ചത്, ചെയ്യുന്ന സൈക്കോളജി ആണെങ്കിലും മുതിർന്നവരുടെ കൗൺസിലിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ചില കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. എന്നെ കാണാനായിട്ട് പണ്ട് വന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. 2012 പോട്ടെ, അത്രയൊന്നും ഡീറ്റെയിൽ ചെയ്ത് പറയാൻ കഴിയുന്നില്ല. ഒരു കുഞ്ഞിനെ എൻ്റെ ആയിട്ട് വന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്, പിരിഞ്ഞു. ഈ കുഞ്ഞിനെ എന്തോ ചെയ്തു, കുഞ്ഞിനെ കൊണ്ടുവന്ന് ബോർഡിങ്ങിലാക്കി കാണും. അപ്പനും കുറെ പൈസ അയച്ചു കൊടുക്കും, അമ്മയും കുറെ പൈസ അടക്കി കൊടുക്കും. കൊച്ചു വളർന്നു വരും. നാളെ ഈ പുതുപ്പള്ളി കൂടെ 150 കിലോമീറ്റർ സ്പീഡിൽ ബൈക്കിൽ പോകുമ്പം നിങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയും, നശിച്ച ചെറുക്കം പോകുന്നു. ആരാ അവനെ നശിപ്പിച്ചത്? അവനാ? അല്ല, അപ്പനും അമ്മയും. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സമ്മതിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ മതി. ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യുക, ഞങ്ങൾ ഇന്നു മുതൽ മരണപര്യന്തം വിശ്വസ്തരായി ജീവിച്ചുകൊള്ളാം. കണ്ണങ്കോട്ട് പള്ളിയില് ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പം ഒരു പയ്യൻ വന്നു. വികാരിയച്ഛൻ ഞാനല്ല, അച്ഛനോട് പറഞ്ഞു എനിക്ക് ലെറ്റർ തരണം. എന്തിനാ? 3ാമത് വിവാഹം കഴിക്കാൻ. അപ്പൊ വികാരിയച്ഛൻ തിരിച്ചു ചോദിച്ചു, എന്താ കാര്യം? ഞാൻ കഴിച്ച 2 പേർക്ക് ഭ്രാന്തായിരുന്നു. അച്ഛൻ തിരിച്ചു ചോദിച്ചു, നീ എപ്പോഴും നിന്റെ മാനസികാവസ്ഥ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഈ 2 പേർക്കും ഭ്രാന്താവുന്നതല്ല, നിനക്കായിരിക്കും മിക്കവാറും ഭ്രാന്തെന്ന് അച്ഛൻ പറഞ്ഞു. ദൈവാനുഗ്രഹം ഇപ്പൊ അവൻ ഓർത്തഡോക്സ് സഭയിലല്ല, വേറെ ഏതോ സഭയിലാണ്. അവന് 3ാമത് കല്യാണം കഴിക്കാൻ അച്ഛൻ. ഇത് രസമാണ്. യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ. 1. 2 സഹോദരങ്ങളെ, അപ്പ ആ പെങ്കുച്ചു പറയാ, അപ്പയ്ക്ക് വേണ്ടി അമോന്യരോട് യുദ്ധം ചെയ്ത യഹോവയാണെങ്കിൽ അപ്പ ചെയ്യണം. നമ്മളൊക്കെ ഇന്നൊക്കെ നിൽക്കുമ്പം എനിക്ക് ഇതെല്ലാം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാനും ഒക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാടും കഴിവും ഒക്കെ ഉണ്ടല്ലേ നേടിയെന്നല്ലേ വിചാരിക്കുന്നേ? ഒന്നുമല്ല. എന്നെക്കാളിലൊക്കെ കഴിവുള്ള എത്രയോ പേര് ഈ ലോകത്തുണ്ട്. നമ്മളെക്കാളിലൊക്കെ കഴിവുള്ള എത്രയോ പേര് ഈ ലോകത്തുണ്ട്. നിസ്സാരരായിട്ട് അവര് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പം ഓർക്കുക, നിന്നതല്ല നാം, ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം. ഈ ബോധ്യം വരട്ടെ. അവിടെയാണ് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് തുടങ്ങുന്നത്. 2 പെട്ടെന്ന് പറഞ്ഞു പോവാണ്. 2ാമത്തേതിലേക്ക് സഹോദരങ്ങളെ, കമ്മിറ്റ്മെന്റ് ടു ഫാമിലി, കുടുംബത്തോടുള്ള പ്രതിബദ്ധത. സ്കൂളില് നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ്. ആ സമയത്ത് കുറച്ച് പൈസയൊക്കെ കുഞ്ഞുങ്ങളോട് കൊണ്ടുവരാൻ പറയും. അപ്പൊ ആ കൊണ്ടുവരാത്തവരെ റൂമിലോട്ട് വിളിച്ചു വരുത്തി ചോദിക്കും, എന്താ കാര്യം പൈസ കൊണ്ടുവരാൻ? ഞാൻ അന്നേരം ആ കുഞ്ഞുങ്ങൾ പറയുന്ന വാചകമുണ്ട്, ATM മെഷീൻ വീട്ടിലില്ലായിരുന്നു. ഏത് മെഷീന്? സത്യമല്ലേ? 50 ചോദിച്ചാൽ 100 കൊടുത്തിട്ട് ബാക്കി 50 എവിടെയാണെന്ന് ചോദിക്കാത്ത ലോകത്തിലെ ഏക ATM മെഷീന്റെ പേരാണ് അപ്പൻ. കണക്ക് ചോദിക്കാത്ത ATM മെഷീൻ. ഇഡലി വേണ്ടെന്ന് പറഞ്ഞാൽ ദോശയും പുട്ടും ചപ്പാത്തിയോട് കൊടുക്കുന്ന ലോകത്തിലെ ഏക വൃത്തികെട്ട ATM മെഷീന്റെ പേരല്ലേ അമ്മ. സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നേ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അവസാനം മുഖം മൂടുന്ന വല്ലരും അല്ലേ? സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങ് ചെയ്യുക. പുട്ടും ദോശയും കടലയും ഇടിയപ്പോ എല്ലാം കൂടെ കൊടുക്കുക. പിടിച്ചു കിട്ടുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. 2 അതുകൊണ്ട് അവൾ വിളിക്കുന്നൊരു വാചകമുണ്ട്, അപ്പ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ വരി അതായിരുന്നു. 2 അവള് അപ്പൻ വരുന്നു എന്ന് അറിഞ്ഞപ്പം തപ്പെടുത്തോണ്ട് പോയി അപ്പനെ സ്വീകരിക്കാൻ പോകുക. തപ്പെടുത്തോണ്ട് പോയി. എന്നാലോചിക്കേ, നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ ഉൾപ്പെടെ അപ്പം വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെയൊക്കെ ഒരു പ്രതികരണം? പണ്ടൊക്കെ ആൾ പറയാറുണ്ട്, അപ്പന്റെ കസേരയിൽ നമ്മൾ ഇതുവരെ, ഇന്നിപ്പോൾ അപ്പന് കസേര ഇല്ലാതാക്കാൻ വേണ്ടി റൗണ്ട് ടേബിൾ വരെ ആക്കിയവരാ നമ്മള്. അപ്പന് കസേര ഇല്ലാതാക്കണേ അതേ ഉള്ളൂ വഴി, റൗണ്ട് ടേബിൾ ആക്കുക. പിന്നെ ആരുടെയും കസേര ഇല്ലല്ലോ അല്ലേ? ഓട്ടെ, അപ്പയായിട്ട് പറയുക, അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതനുസരിക്കും. അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതനുസരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗോടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67 വായിക്കാം. ആദ്യം എടുക്കുന്നെങ്കിൽ അങ്ങ് വായിച്ചു, സമയമില്ലാത്തതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67-ാം വാക്യം. ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ അവളെ എവിടെന്നറിയാവോ? സാറ മരിച്ചതിന് ശേഷം ഇസ്ഹാക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് അപ്പനായ അബ്രഹാമിന് വിഷമം തോന്നിയിട്ട് എലയാസനോട് പറഞ്ഞിട്ട് അവനൊരു ഭാര്യയെ കണ്ടുപിടിച്ചു. ദൂരെ നിന്ന് അവളെ കണ്ടപ്പം അവളെ പിടിച്ചോണ്ടുപോയി അമ്മയായ സാറയുടെ കല്ലറയിൽ കൊണ്ടുപോയി. എന്തിനായിരിക്കും കൊണ്ടുപോയെ?
എന്തിനായിരിക്കും അമ്മയുടെ കല്ലറയിൽ കൊണ്ടുപോയത്? ഒറ്റ കാര്യത്തിനായിരിക്കും അല്ലേ? അമ്മയുടെ കല്ലറ കൊണ്ടുപോയി കാണിച്ചിട്ട് പറയാം, കണ്ടോടി ഇവിടെ എല്ലാവരുടെയും കല്ലറ സിമെന്റ് ഇട്ടതാ, ഞങ്ങളുടെ കല്ലറ മാത്രമേ ഉള്ളൂ എന്ത് ഗ്രാനൈറ്റ്. ഇതുപോലെ വലിയ കുടുംബക്കാർ ഇവിടെ ഞങ്ങളല്ലാതെ പുതിയ കല്ലറ എപ്പോൾ പണിഞ്ഞാലും വികാരി അച്ഛന്മാർക്ക് പണിയാ. കാരണം എന്താ? ഒരരയടി മേളിലോട്ടും ഉയർത്തും, 2 അടി ഇടത്തോട്ടും വലത്തോട്ടും ഗ്രാനൈറ്റിന്റെ വലിപ്പം കൂട്ടും. എന്തിനാ? ഞങ്ങൾ വലിയ അതിനായിരിക്കുമോ? അല്ല, കൊണ്ടുപോയിട്ട് പറയാം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അവളെ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറയും, പണ്ട് കാലത്തുള്ളവർ പറയും, കല്യാണത്തിന് മുമ്പും പരീക്ഷ എഴുതുന്നതിന് മുമ്പും വിദേശത്ത് പോകുന്നതിന് മുമ്പും അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കല്ലറയ്ക്ക് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് എടുക്കുന്നത്. പോട്ടെ, മൂന്നാമത്തേത് കമ്മിറ്റ്മെന്റ് ടു ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള പ്രതിബദ്ധത. അവള് ആലോചിച്ച് നോക്കിയില്ല, എനിക്കിതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും? അപ്പൻ യുദ്ധത്തിന് ജയിച്ചു വന്നു, അതിന് ഞാൻ എന്നെ വേണം. ഇസ്രായേൽ മക്കൾ ജയിച്ചു, അതിന് ഞാൻ എന്നെ വേണം. എനിക്കെന്നെ പ്രയോജനം കിട്ടുമെന്ന് ചിന്തിച്ചില്ല. പകരം അവള് പറയാ, ഇസ്രായേൽ മക്കൾക്ക് നന്മ കിട്ടിയെങ്കിൽ ഞാൻ തയ്യാറാണ്. ഇസ്രായേൽ മക്കൾക്ക് നന്മ കിട്ടുന്നെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് സമൂഹത്തോട് ചെയ്യുന്ന കാര്യം. ഞാൻ ഒരു ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട് പറയാം. ഞങ്ങളുടെ നാടിനടുത്ത് എടത്തിട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എടത്തിട്ടൊരു മോർച്ചറിയുണ്ട്. ആ മോർച്ചറിയുടെ ചുറ്റും താമസിക്കുന്നവര് ആ വീട് വിറ്റിട്ട് പോകാൻ തയ്യാറാണ്. എന്താ കാര്യം എന്നറിയോ? വസ്തുവിന് വിലയില്ലാഞ്ഞിട്ടല്ല, പ്രേതത്തെ പേടിച്ചല്ല, ഒറ്റ കാര്യം കൊണ്ടാണ്. രാവിലെ 6:30 തുടങ്ങും. ഒന്നാമത്തെ ഡെഡ് ബോഡി എടുത്തിട്ട് അവിടുന്ന് തുടങ്ങും. സമയമാം രഥത്തിൽ ഞാൻ. ആ ബോഡി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അടുത്ത ബോഡി തുടങ്ങും. സമയമാം. 25 കിലോമീറ്റർ അപ്പുറത്ത് ആരാണ്ടർ അപ്പച്ചനെ അടക്കാൻ കൊണ്ടുപോവാ. ഇവിടുന്നേ വെച്ച് വെളുപ്പിക്കുക. എന്തിനാ? നമ്മള് കുടുംബക്കാരാ, നമ്മള് കാശുള്ളവരാ. എന്തിനാണെന്ന് ഇത്? ഈ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ പോയി നിങ്ങൾ പോകണം. ഡെഡ് ബോഡി മരിച്ചാൽ സ്വന്തം വീട്ടിൽ പോലും കൊണ്ടുപോകാൻ അവകാശമില്ല. എവിടാന്ന് വെച്ചാൽ മരിച്ച അവിടെ നേരെ വേക്ക് ഹോമിൽ കൊണ്ടുപോകും, അവിടെ വെച്ച് കാണിക്കും, അവിടെ നേരെ അടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകും. നമ്മളിവിടെ ഓരോന്നും പരിപാടികളാക്കണം. അതിനേന് ഈ സമൂഹത്തെ നശിപ്പിക്കുക, ഈ സ്ഥലത്തെ നശിപ്പിക്കുക, ഒരു ബോധ്യമില്ലാതെ. നാലാമത്തെ അവസാനത്തെയുമായ ഒരു ചിന്ത കൂടി, കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹമായിരുന്നു. നാലാമത്തെ അവസാനത്തെയുമായ ചിന്ത, കമ്മിറ്റ്മെന്റ് ടു ഹെർസെൽഫ്, അവളോട് തന്നെയുള്ള പ്രതിബദ്ധത. എന്താ കാര്യം അറിയോ? ഈ 3 കാര്യങ്ങൾ അവള് സ്വയം മരണത്തിന് വിധേയമാകാൻ തയ്യാറെടുക്കുകയായിരുന്നെങ്കിൽ, 4ാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ 14 വയസ്സ് 13 വയസ്സുള്ള പെങ്കൊച്ച് അപ്പനോട് പറയുകയാണ്, എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കാൻ എനിക്ക് 2 മാസത്തെ അവധി തരണം. ഐ നീഡ്, എനിക്ക് വേണം. തരാമോ എന്നല്ല ചോദിച്ചേ, തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ നീ എങ്ങനെ ഇത്രയും ധൈര്യം എടുത്തത്? അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്നോട് വിശ്വസ്തനല്ലെങ്കിൽ പിന്നെ എന്നോട് ആര് വിശ്വസ്ത കാണിക്കും ഫാദറെ? ഞാൻ എന്നോട് വിശ്വസ്തനല്ലെങ്കിൽ എന്നോട് ആര് വിശ്വസ്ത കാണിക്കും? ഇന്ന് നമുക്ക് പലപ്പോഴും, ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പഠിപ്പിക്കുമ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയല്ല, പഠിക്കുന്നത് അധ്യാപകർക്ക് വേണ്ടിയല്ല. എപ്പോഴെങ്കിലും പുസ്തകം എടുക്കുമ്പം ഒരു 20 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. എന്നിട്ട് അവിടുന്ന് തുടങ്ങണം. 3 പേരുടെ ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്. ഒന്ന്, വേദപുസ്തകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള രാജാവ് ആരായിരുന്നു? ശിംശോൻ. ബുദ്ധിയുള്ള രാജാവ് ശലോമോൻ. എങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ അവസാനം? എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളാണ്. 12 ഗോത്രം നല്ല സുന്ദരമായി കയ്യിലൊതുക്കി, നല്ല 1-ാം തരം ദേവാലയം പണിഞ്ഞു. ലോകം മുഴുവൻ ഇതിനു മുമ്പ് ഇതുപോലൊരു രാജാവില്ല, ഇതിന് ശേഷം ഇങ്ങനൊരു രാജാവില്ലെന്ന് പറഞ്ഞെങ്കിലും കയ്യിലിരിപ്പ് കാരണം കണ്ട ദൈവത്തെയൊക്കെ ആരാധിച്ചതിന്റെ ഫലമായിട്ട് ഏതാണ്ട് 900-ഓളം ഭാര്യമാരും വെപ്പാട്ടിയോട് ചേർന്ന് ജീവിച്ചതിന്റെ ഫലമായിട്ട് അവസാനം മകനായ രഹബയാമിന് കൊടുക്കാൻ സ്വന്തമായി 2 ഗോത്രം, 10 ഗോത്രവും വല്ലവരും കൊണ്ടുപോയി. 10 ഗോത്രവും യൊരോബയാം കൊണ്ടുപോയി. ജീവിതത്തിന്റെ പലയിടങ്ങളിലും പട്ടിണി കിടക്കുകയും ഇല്ലായ്മയാവുകയും ചെയ്തതിന്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരൊറ്റ കാരണമല്ലേ? താൻ ആരാണെന്നും താൻ ആരെയാണ് ആരാധിക്കേണ്ടതെന്നും താൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യം മറന്നതല്ലേ? 2ാമത്തെ ആള് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തനായ മനുഷ്യൻ അതാരാ? ശിംശോൻ. മരിച്ചത് എങ്ങനെയാ? ഒറ്റത്തൂണുള്ള അമ്പലത്തിന്റെ തൂണ് പിടിച്ച് കുലുക്കിയിട്ട് മണ്ടയ്ക്കോട്ട് വീണ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. മരണ കാരണം എന്താ? വേണ്ടാത്ത വഴികളിലൂടെ ഒക്കെ യാത്ര ചെയ്തു. ഇതുപോലെ ശക്തനായ ഒരുത്തിന് ഇതിന് മുമ്പുണ്ടായിട്ടില്ല, ഇതിന് ശേഷോട്ട് മരണം, ആത്മഹത്യ. 3, യേശുതമ്പുരാൻ തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരുത്തനുണ്ടായിരുന്നു. ആരാ പേര്?
യൂദ. മരിച്ചത് എങ്ങനെ? തമ്പുരാൻ കൊടുത്ത വരം എന്താണെന്നറിയാവോ? നിങ്ങൾ 12 പേര് 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും അത്രയ്ക്ക് അധികാരമുണ്ടായിരുന്നവൻ മരിച്ചത് എങ്ങനെ മരിച്ചേ? തുക്കോളിയാഴ്ച വരെ വള്ളി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത്. തൂങ്ങി മരിച്ചു എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? ഇത്തിരി കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിക്കണം. എങ്ങനെയാ മരിച്ചെന്നറിയാവോ? കയ്യിലുണ്ടായിരുന്ന 30 വെള്ളിക്കാശ് പള്ളിയിൽ എറിഞ്ഞു. വഴിയിൽ ഓടിപ്പോയപ്പോ ആരാണ്ട് പശുവിനെ കെട്ടിയിരുന്ന ഒരു കയറ് കിട്ടി. കാരണം കയറ് മേടിക്കാൻ പൈസ ഇല്ല. കഴുകിയിട്ട് കയറും കൊണ്ട് ഓടിപ്പോയി ഒരു മരത്തെ കയറി കെട്ടി എടുത്തു ചാടി കയറ് പൊട്ടി കൊടല് പിളർന്നുപോയി. ജീവിതത്തിന്റെ അവസാന നാലച്ചയ്ക്ക് എന്താ കാരണം? നമ്മളോടൊരു പ്രതിബദ്ധത വേണം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. എനിക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്, ചെയ്യരുതാത്ത കാര്യമുണ്ട്. ചെയ്യാവുന്നത് ചെയ്യുകയും ചെയ്യരുതാത്ത ചെയ്യാതിരിക്കുകയും വേണം. അവിടെയാണ് നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്. അതാണ് മാർത്തോമാ ശ്ലീഹായിലും കണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ദിവസം വരികട്ടെ. ഒരു പെങ്കൊച്ചു പറഞ്ഞ വാചകം, ചെറിയൊരു വാചകം. നിങ്ങൾ വീട്ടിൽ പോയി അധ്യായം മൊത്തം ഒന്ന് വായിച്ചു നോക്കണം. 4 കമ്മിറ്റ്മെന്റ്, 4 പ്രതിബദ്ധത. കമ്മിറ്റ്മെന്റ് ടു ദ ചർച്ച് ആൻഡ് ടു ദ ഗോഡ്, commitment to the family, commitment to the society, and commitment to herself.